ഖാമിസ, നീ 5-ാം പാർട്ടിയാകരുത്. ഇപ്പോൾ തഹ്ലുക്ക് എന്നാൽ നീ നാശമടഞ്ഞു പോകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യം എല്ലാവരും പഠിക്കാൻ തന്നെ ആലിമാകണം. സ്ത്രീകൾക്കും നല്ലവണ്ണം പഠിക്കാം, ആലിമത്താകാം. നല്ലവണ്ണം ഖുർആൻ പരിഭാഷ അതിൽ കൂടി പഠിക്കുന്ന, ഖുർആനും ഹദീസുമൊക്കെ പഠിക്കുന്ന കുട്ടികൾ ധാരാളമുണ്ട്. ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന സ്ഥാപനത്തിലും പെൺകുട്ടികൾക്ക് ഒരു ഭാഗം, ആൺകുട്ടികൾക്ക് ഒരു ഭാഗം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെയും അത് കണ്ടതിൽ എനിക്ക് സന്തോഷമുണ്ട്. കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു സമയവും പാഴാക്കാതെ ആഹാരം കഴിക്കാനും ഉറങ്ങാനും കുളിക്കാനും മലമൂത്ര വിസർജനം അതിന് മാത്രമേ നിങ്ങൾ സമയം കണ്ടെത്താവൂ. ബാക്കിയുള്ള സമയമൊക്കെ പഠിക്കുന്നതിലായിരിക്കണം. ഞാൻ സെക്രട്ടറി ആയിരിക്കുന്ന കടയ്ക്കൽ മുക്കുന്നത്ത് മന്നാനിയ, അവിടെ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്ഥാപനം, ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്ഥാപനം. അവിടെ ഹിഫ്ളിന് പഠിക്കുന്ന ആൺകുട്ടികളുണ്ട്. അത് പ്രത്യേകിച്ച് പള്ളിയിൽ. അവിടെ കരുനാഗപ്പള്ളിയിലുള്ള ഒരു പയ്യൻ 6 മാസം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കി. അവൻ ആഹാരം കഴിക്കാനും ഉറങ്ങാനും കുളിക്കാനും നിസ്കരിക്കാനും മാത്രം സമയമെടുക്കും. ബാക്കിയുള്ള സമയമൊക്കെ പഠിക്കുന്നതിലാണ്, ആ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിലാണ്. അതുകൊണ്ടാണ് 6 മാസം കൊണ്ട് ഖുർആൻ മനഃപ്പാഠമാക്കിയത്. അതുകൊണ്ട് കുട്ടികളോട് ഇത് ശ്രദ്ധിക്കണം. നിങ്ങളവിടെ ഒന്നും സംസാരിക്കണ്ട. നിങ്ങൾ അന്നന്ന് പഠിപ്പിക്കുന്ന പാഠം പഠിക്കണം. കുറഞ്ഞ സമയം കൊണ്ട് അവരൊക്കെ 6 മാസം കൊണ്ട് പാസ്സായെങ്കിൽ നിങ്ങൾ ഒരു 1.5 വർഷം കൊണ്ടെങ്കിലും ഇത് പഠിക്കണം. ഇതുപോലെ സമയം വേസ്റ്റാക്കാതെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ 1.5 വർഷം കൊണ്ട് തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കാൻ സാധിക്കും. അതിനുശേഷം നിയമവശങ്ങൾ നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ഒരു മിനിറ്റ് നിങ്ങൾ പാഴാക്കിക്കളയരുത്. നിങ്ങൾക്ക് കിട്ടിയ അവസരം ഇതാണ്. അബ്ദുറഹ്മാൻ ഹാജി എൻ്റെ ഒരു സുഹൃത്താണ്. ചെറുപ്പത്തിലെ ഞാനുമായിട്ട് ബന്ധമുള്ളതാണ്. അന്ന് ദീനുമായിട്ടുള്ള ബന്ധമാണ്. പിന്നെ കച്ചവടത്തിലൊക്കെ തിരിഞ്ഞു. അതിനുശേഷം ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നതിന് മുന്നോട്ട് വന്നു. നല്ല നിലയിൽ ദീനിനെ സ്നേഹിക്കുന്ന ആളാണ്, ദീനിന് വേണ്ടി സഹായിക്കുന്ന ആളാണ്, ദീനി കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളാണ്. അതിനർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായപ്പോൾ നിങ്ങളത് ഫലപ്പെടുത്തിയെടുക്കണം. നിങ്ങൾ ആ സമയം വേസ്റ്റാക്കി കളയരുത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ സ്കൂളിലത് പഠിക്കാൻ ശ്രമിക്കണം. അതിൻ്റെ SSLC അതിന് മുകളിലോട്ടും ഒക്കെ പഠിക്കാം. അതുപോലെ തന്നെ ഖുർആൻ മനഃപ്പാഠമാക്കണം. അതിൻ്റെ ഇസ്ലാമിക നിയമങ്ങൾ അതും നമ്മൾ പഠിക്കണം. റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് നൽകട്ടെ. പഠിക്കുന്ന സമയത്ത് വേറൊരു ശ്രദ്ധയും ഉണ്ടാകരുത്. പഠിപ്പിക്കുന്ന ഉസ്താദന്മാരെ ബഹുമാനിക്കണം. അവർ പറയുന്നതനുസരിച്ച് കേൾക്കണം. എങ്കിൽ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഇതെല്ലാം പഠിക്കാൻ സാധിക്കും. സർവശക്തൻ അതിനെ അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട എനിക്ക് അബ്ദുറഹ്മാൻ ഹാജിയോടും പറയാനുള്ളത്, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമായുടെ കീഴിൽ 3500ഓളം മദ്രസയുണ്ട്. 71 മുതൽ അതിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ് ഞാൻ. 3500ഓളം മദ്രസയുണ്ട്. 12ാം ക്ലാസ് വരെയുണ്ട്. അത് സ്കൂളിലും പഠിപ്പിക്കും, അതുപോലെ തന്നെ മദ്രസയിലും പഠിപ്പിക്കും. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ അംഗീകരിച്ചുകൊണ്ട് ഈ സിലബസ് അനുസരിച്ച് നമ്മൾ പോകുക. ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിനോടൊപ്പം തന്നെ മറ്റു വിദ്യാഭ്യാസവും ചെയ്യുക. അതും രണ്ടും കൂടെ പോകുന്നത് നല്ലതാണ്. എങ്കിൽ കുട്ടികൾ വഴിപിഴച്ചു പോകാൻ സാധ്യതയില്ല. ആ ചിട്ട അനുസരിച്ച് തന്നെ നടക്കും. അവരൊക്കെ വിവാഹിതരായി പോയാലും ആ ചിട്ട അനുസരിച്ച് തന്നെ നടക്കും. അങ്ങനെ കൂടി ശ്രദ്ധിക്കണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുകയാണ്. അൽഹംദുലില്ലാ, ഇന്ന് തെക്കൻ കേരളത്തിൽ വളരെ അടിസ്ഥാനപരമായ നിലയിൽ ദീനിയായ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടനയാണ് ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ. വിദ്യാഭ്യാസ ബോർഡ്, മന്നാനിയ സ്ഥാപനങ്ങൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ
വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ ഇന്ന് തെക്കൻ കേരള 8 ജില്ലയിലായിട്ട് 3500ഓളം വരുന്ന മദ്രസകളുണ്ട്. അതുപോലെ തന്നെ മന്നാനിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, വർക്കല ആ ബിരുദവും ബിരുദാനന്തര ബിരുദവും കൊടുക്കുന്ന കോളേജ് അവിടെയുണ്ട്. അതുപോലെ തന്നെ മറ്റ് വിഷയങ്ങൾ ഓരോന്നോരോന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ അതിൻ്റെയും പ്രസിഡന്റ് കൂടിയാണ്. അതിൻ്റെ പേരിൽ കീഴിൽ 2000ഓളം വരുന്ന ജമാഅത്തുകൾ അതിനെ അംഗീകരിച്ച് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുകയാണ്. എന്നതുപോലെ ഇവിടുത്തെ ഈ മദ്രസയും അൽഹംദുലില്ലാ നല്ല ചിട്ടയോടുകൂടി പോവുകയാണ്. അത് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ ഇവിടെ പിന്നെ അതിനുശേഷം വരാൻ സാധിച്ചിട്ടില്ല. ആ ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൽ അംഗീകരിച്ചുകൊണ്ട് ആ സിലബസ് അനുസരിച്ച് ആ സ്കീം അനുസരിച്ച് കൂടി പോയാൽ നല്ലതാണ്. 2 വിദ്യാഭ്യാസവും നമുക്ക് നടത്താൻ സാധിക്കും. അതിനുശേഷം ആലിമത്താകുന്നതിന് വേണ്ടി അതിനുവേണ്ടിയും ക്ലാസ്സുകൾ നമുക്ക് നടത്താറുണ്ട്. ഇവിടെ അതെല്ലാം നടത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് നല്ല നിലയിൽ മുന്നോട്ട് പോകണം. ഞങ്ങളുടെയൊക്കെ പിന്തുണ, ഞങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ പിന്നിൽ ഉണ്ടാകും. ഈ കുട്ടികളുടെ രക്ഷകർത്താക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ നിർബന്ധമായിട്ട് അയക്കണം. നിങ്ങളുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് കൂടുതൽ കളിക്കാനും ഒതുക്കാനും സമയം, പക്ഷേ അതിനൊരു സമയം നിശ്ചയിക്കണം. അല്ലാത്ത സമയമൊക്കെ പഠിക്കുന്നതിനായിരിക്കണം. ഒരു ക്ലാസ്സിലും തോക്കാൻ പാടില്ല. 2 വിദ്യാഭ്യാസവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണം. ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരുമിച്ച് കൊണ്ടുപോകണം. ആ ഇസ്ലാമിക ചിട്ടയോടുകൂടി ആയിരിക്കണം ജീവിക്കേണ്ടത്. മാതൃകാപരമായിട്ടായിരിക്കണം ജീവിക്കേണ്ടത്. എങ്കിൽ നമുക്ക് ഈ ലോകത്തും വിജയിക്കാൻ സാധിക്കും, പരലോകത്തും വിജയിക്കാൻ സാധിക്കും. നമ്മൾ ഈ ലോകത്ത് മാത്രമല്ല വിശ്വസിക്കുന്നത്, അൽ ഈമാനു അൻ തൗമിന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല. ഈ ഈമാൻ കാര്യം 6ആണ്, ഇസ്ലാം കാര്യം 5. 5 നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക. ആദ്യമായിട്ട് വിശ്വാസം, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹനായ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അത് നമ്മുടെ പരമപ്രധാനമായ വിശ്വാസമാണ്. ഒരു സൃഷ്ടാവേ ഉള്ളൂ, ആ സൃഷ്ടാവാണ് ഇത്. മറ്റുള്ള മനുഷ്യരാരും മറ്റു കോലത്തിലുള്ള ആരും സൃഷ്ടാവല്ല. സൃഷ്ടാവ് ഒരാളേ ഉള്ളൂ. അതിൽ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകരാണ്, അവസാനത്തെ പ്രവാചകരുമാണ്. 1,00,000-ൽ പരം പ്രവാചകന്മാരെ ലോക ആദ്യം മുതൽ അവസാനം വരെ അയച്ചിട്ടുണ്ട്. അവസാനത്തെ പ്രവാചകരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ. ഇനിയൊരു പ്രവാചകൻ വരാനില്ല, അവസാനത്തെ പ്രവാചകനാണ്. അങ്ങനെ അള്ളാഹുവിൽ വിശ്വസിക്കുക, പ്രവാചകനിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക. വേദഗ്രന്ഥങ്ങൾ പലതുണ്ട്, 4ആണ് പ്രധാനപ്പെട്ടത്: തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഫുർഖാൻ. അവസാനമായിട്ട് ഇറങ്ങിയാണ് ഫുർഖാൻ. ഈ 4 ഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം. പിന്നെ മുർസലീങ്ങൾ 1,00,000-ൽ പരം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഈസാ നബി, യേശുക്രിസ്തു എന്ന് മറ്റുള്ളവർ പറയും. നമ്മൾ ഈസാ നബി, ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പറ. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥന നടത്തിയതിനോടുകൂടി അല്ലാതെ ആ പേര് പറയാൻ പാടില്ല. അങ്ങനെ ഈസാ നബി, മൂസാ നബി, ദാവൂദ് നബി, ഇത്രയും പ്രവാചകന്മാരെ നമ്മൾ വിശ്വസിക്കണം. 1,00,000-ൽ പരം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. വേദഗ്രന്ഥങ്ങൾ നൽകിയത് 4 പേർക്കാണ്: തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഫുർഖാൻ. മൂസാ നബി, ഈസാ നബി, ദാവൂദ് നബി, മുഹമ്മദ് നബി സല്ലല്ലാഹു. അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ. ഇനിയൊരു പ്രവാചകൻ വരാനില്ല. ലോക അവസാനം വരെ ആ പ്രവാചകനിൽ വിശ്വസിച്ചു കൊള്ളണം. ആ പ്രവാചകൻ കൊണ്ടുവന്ന നിയമങ്ങളിൽ വിശ്വസിച്ചു കൊള്ളണം. എങ്കിലേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ആ വിശ്വാസം പ്രവാചകനെ, ഈ മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകനിലും വിശ്വസിക്കണം. ഈസാ നബി, യേശു ക്രിസ്തു എന്ന് ക്രിസ്തീയ സമുദായക്കാർ പറയുമല്ലോ, ആ പ്രവാചകനെ നമ്മൾ വിശ്വസിക്കണം. ആ പ്രവാചകന്റെ പേര് കേൾക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി, ഈസാ എന്ന് പറയുമ്പോൾ അലൈഹിസ്സലാം എന്ന് നമ്മൾ ഉറക്കെ പറയുന്നു. ആ അള്ളാഹുവിൻ്റെ രക്ഷ അദ്ദേഹത്തിൻ്റെ പേരിൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥനയോടുകൂടി അല്ലാതെ ആ പ്രവാചകന്മാരുടെ പേര് പറയാൻ പാടില്ല എന്നുള്ളതാണ്. ദാവൂദ് നബി വേദം വരുന്ന ആളാണ്. മൂസാ നബി, ഈസാ നബി, അവസാനത്തെ നബിയാണ് മുഹമ്മദ് നബി. 1,00,000-ൽ പരം പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്. ഈ എല്ലാ പ്രവാചകന്മാരെയും വിശ്വസിക്കണം. അവസാനം അയച്ച മുഹമ്മദ് നബി, ആ സമുദായത്തിൻ്റെ വളർച്ച പരിപൂർണമായപ്പോഴാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ പ്രവാചകനായിട്ട് അയച്ചത്.
അപ്പോഴാണ് പരിപൂർണമായ ഗ്രന്ഥം ഖുർആൻ. മറ്റേ താൽക്കാലികമായി ഇറക്കപ്പെട്ടാണ് ഇഞ്ചിൽ സബൂർ, ഇതൊക്കെ താൽക്കാലികമായി ഇറക്കപ്പെട്ടാണ്. ഫുർഖാൻ ഒരു മനുഷ്യൻ്റെ ജനനം മുതൽ ഏതെല്ലാം തുറകളിൽ സഞ്ചരിക്കേണ്ടി വരുമോ അവിടെയെല്ലാം ഇന്ന നിലയിൽ സഞ്ചരിക്കണമെന്ന് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട്. ആ ഗ്രന്ഥങ്ങളിൽ നമ്മൾ വിശ്വസിക്കണം. ഇനി ഒരു പ്രവാചകൻ വരാനില്ല, ഇനി ഒരു ഗ്രന്ഥം വരാനില്ല. അതുകൊണ്ട് മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരിലും നമ്മൾ വിശ്വസിക്കണം, വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണം. മുഹമ്മദ് നബി അവസാനത്തെ നബിയാണെന്ന് വിശ്വസിക്കണം. ഖുർആൻ അവസാനം ഇറങ്ങിയ വേദഗ്രന്ഥമാണ്. ഇതിൽ നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് നമ്മളെ വിശ്വാസം പൂർണ്ണമാകുന്നത്. കാരണം ഇനിയൊരു പ്രവാചകൻ വരേണ്ട കാര്യമില്ല എന്ന് പറയാൻ കാരണം സമുദായം പൂർണ്ണമായി വളർച്ചയെത്തിയപ്പോഴാണ് പ്രവാചകനെ അയച്ചത്. എല്ലാ കാര്യത്തിലും ഒരു മനുഷ്യൻ ഏതെല്ലാം തുറകളിൽ സഞ്ചരിക്കേണ്ടി വരുമോ അവിടെയെല്ലാം ഇന്ന നിലയിൽ സഞ്ചരിക്കണമെന്ന് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ഒന്നും ബാക്കിയാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വന്നതും വരാൻ പോകുന്നതും വന്നുകൊണ്ടിരിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളെയും പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയൊരു പ്രവാചകൻ്റെ കാര്യമില്ല, ഇനിയൊരു വേദഗ്രന്ഥത്തിൻ്റെ കാര്യമില്ല. അതിൽ എല്ലാവരും വിശ്വസിച്ചു കൊള്ളണമെന്നാണ്. അങ്ങനെ ഹിദായത്തുള്ളവരെല്ലാം ആ പ്രവാചകരിൽ വിശ്വസിക്കുന്നുണ്ട്, ആ വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസം പൂർണ്ണമാകണം. അവർ പറഞ്ഞതനുസരിച്ച്, ആ പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് നമ്മൾ 5 വക്ത് നമസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കണം. സ്ത്രീകൾക്ക് ശരീര അശുദ്ധിയുള്ളപ്പോൾ മാത്രം ഒഴിവാകാം, അല്ലാത്തപ്പോഴൊക്കെ നമസ്കരിക്കൽ നിർബന്ധമാണ്. പുരുഷന്മാർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പുരുഷന്മാർ ദിവസവും 5 പ്രാവശ്യം നമസ്കരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ നിയമമാണ്. അതായത് 100 രൂപ ഉണ്ടെങ്കിൽ 2.5 രൂപ സാധുക്കൾക്കുള്ളതാണ്, തൊഴിലാളികൾക്കുള്ളതാണ്. 1,00,000 രൂപ ഉണ്ടെങ്കിൽ 25,000 രൂപ സക്കാത്ത് മാറ്റി വെക്കണം. അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കണം. അത് നിർബന്ധമാണ്, അത് നമുക്കുള്ളതല്ല. അതുകൊണ്ട് സമ്പന്നന്മാരോട് പറയുന്നു 2.5% അവർക്ക് കൊടുത്തേരെ. കൃഷിക്കാരോട് പറയുന്നു 10-1 വെച്ച് കൊടുത്തേരെ. 120 പറ നെല്ല് കിട്ടുമെങ്കിൽ 12 അവർക്ക് കൊടുത്തേരെ എന്ന്. അങ്ങനെ വിശ്വാസപരമായ കാര്യങ്ങൾ. അതുപോലെ തന്നെ നോമ്പ്, റമദാനിൽ ആരോഗ്യമുള്ളവരെല്ലാം ആ റമദാൻ 1 മാസം പൂർണ്ണമായി നോമ്പ് പിടിക്കണം. രാത്രി കാലങ്ങളിൽ ആഹാരം കഴിക്കാം. ഇന്ന് ചിലയിടത്തൊക്കെ ചിലർ നോമ്പ് പിടിക്കുന്നുണ്ട്. ഇന്ന ആഹാരം കഴിക്കാൻ പാടില്ല, മറ്റുള്ളതൊക്കെ കഴിക്കാം. അതിലർത്ഥമില്ല. നമ്മളത് പ്രഭാതമായി കഴിഞ്ഞാൽ ഒന്നും നമുക്ക് കഴിക്കാൻ പാടില്ല. സൂര്യാസ്തമനം വരെ ആ നിലയിൽ വ്രതം അനുഷ്ഠിക്കണം. പിന്നീട് സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവർ വക്കത്ത് പോയി ഹജ്ജ് ചെയ്യണം. അത് കഴിവുള്ളവർ മതി, ആരോഗ്യമുള്ളവർ മതി. സ്വത്തും വേണം, അവിടെ പോകാനുള്ള ആരോഗ്യം ഉണ്ടാകണം. അങ്ങനത്തെവർ ഹജ്ജും ചെയ്യണം. വിശ്വാസകരമായ കാര്യങ്ങളിൽ സൃഷ്ടാവിൽ ഈ വായിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരിലും വിശ്വസിക്കണം. ദാവൂദ് നബി, ഈസാ നബി, ആ എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ വിശ്വസിച്ചെങ്കിലേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകുന്നുള്ളൂ. പക്ഷേ ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അതുപോലെ തന്നെ പ്രവാചകൻ അല്ലിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ അൻതുമിന ബില്ലാഹി വ റസൂലിഹി വ മലായികത്തിഹി വ കുതുബിഹി വ റസൂലിഹി വൽ യൗമിൽ ആഖിർ. പ്രവാചകന്മാരിൽ വിശ്വസിക്കുക. 4 വേദഗ്രന്ഥമുണ്ട്, അതിൽ വിശ്വസിക്കുക. അതുപോലെ തന്നെ അന്ത്യനാള്, ഈ ലോക അവസാനമുണ്ട്, നമ്മൾക്കതിൻ്റെ ലക്ഷണങ്ങൾ വന്നുണ്ട്. ലോകാവസാനമാകുമ്പോൾ ലോകം അവസാനിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് സൂറെന്ന കാഹളത്തിൽ ഊതാൻ പറയും. അതോടുകൂടി എല്ലാം നശിക്കും. 2ാമത്തെ ഊത്തോടുകൂടി സർവരെയും ജീവിപ്പിക്കും. എന്നിട്ട് നല്ല സൃഷ്ടാവിൻ്റെ നിയമം അനുസരിച്ച് ജീവിച്ചവർക്ക് രക്ഷ, അവരെ സ്വർഗത്തിലേക്ക്. തന്നിഷ്ടം ജീവിച്ചവർക്ക് നരകത്തിലേക്കും ആയിരിക്കും. അത് അല്ലാഹുവിൻ്റെ കൽപ്പനയാണ്. അതിന് മലക്കുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഖുർആനിലും മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കണം. നമ്മുടെ പ്രവാചകനിലും മുൻകഴിഞ്ഞ പ്രവാചകനിലും വിശ്വസിക്കണം. ഇനിയൊരു പ്രവാചകൻ വരാനില്ല, ഇനിയൊരു വേദഗ്രന്ഥം വരാനില്ല. ഇത് അവസാനത്തെ നബിയാണ്, അവസാനത്തെ വേദഗ്രന്ഥമാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നെങ്കിലേ നമ്മുടെ വിശ്വാസം പൂർണ്ണമാവുള്ളൂ. അതുപോലെ തന്നെ നമസ്കാരാദി കാര്യങ്ങൾ മുടങ്ങാതെ നടത്തണം. സ്ത്രീകളും ഒക്കെ പെൺകുട്ടികൾ മനസ്സിലാക്കേണ്ടത്, ശരീര അശുദ്ധി വരുമ്പോൾ, അത് മെൻസസ് ഉണ്ടാകുമ്പോൾ വേണ്ട, അത് കഴിഞ്ഞ് കുളിച്ചതിന് ശേഷം നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ മതി. അത് പെൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാത്ത സമയത്തൊക്കെ നമസ്കരിക്കണം, നമസ്കാരം ഉപേക്ഷിക്കരുത്. അതുപോലെ തന്നെ മാതാപിതാക്കളെ, ഞാൻ മൊത്തത്തിലൊരു കാര്യം പറയുകയാണ്, മാതാപിതാക്കളെ ബഹുമാനിക്കണം.
അവരെ ഫലാത്തക്കൊല്ലഹും ഔഫിൻ, ഇച്ഛേ എന്നുള്ളൊരു വാക്കുപോലും നിങ്ങൾ അവരോട് പറയരുത്. നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ അവർക്ക് വലിയ വിവരമൊന്നും കാണില്ല, ഇതുപോലുള്ള സ്ഥാപനമൊന്നും കാണില്ല, അവർക്ക് പഠിക്കാൻ ഒത്തിട്ടില്ല. എങ്കിലും അവരോട് വെറുപ്പോടും അറപ്പോടും അവരോട് പെരുമാറരുത്. അവർ വരുമ്പോൾ എഴുന്നേൽക്കണം, അവർ പറയുന്നത് കേൾക്കണം, അവർ പറയുന്നതിനെ തള്ളിക്കളയരുത്. മാതാപിതാക്കളെ അനുസരിക്കണം. പിതാവ് പറഞ്ഞാലും അനുസരിക്കണം, മാതാവ് പറഞ്ഞാലും അനുസരിക്കണം. മുതിർന്നവർ പറഞ്ഞാലും നമ്മുടെ സഹോദരങ്ങൾ കാണും, അവരൊക്കെ നമ്മൾ അനുസരിക്കണം. പണ്ഡിതന്മാരെ അനുസരിക്കണം, അവർ പറയുന്നതനുസരിച്ച് കേൾക്കണം. മറ്റുള്ള ആരെയും ആക്ഷേപിക്കരുത്, നമ്മുടെ അയൽക്കാരെ ആക്ഷേപിക്കരുത്, വിമർശിക്കരുത്, അത് ഹറാമാണ്. അവർക്ക് നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സഹോദരന്മാരെയും കണക്കാക്കണം. എല്ലാവരോടും നല്ല നിലയിൽ പെരുമാറണം, നല്ല സംസാരമായിരിക്കണം. ആരെയും വിമർശിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. അന്യവരുടെ മുതൽ നമ്മൾ എടുക്കാൻ പാടില്ല, അന്യവരെ മുതൽ തിന്നാനും പാടില്ല. അതൊക്കെ സൂക്ഷിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകന്മാർ മുഖേന ഇന്ന കാര്യങ്ങൾ നിഷിദ്ധമാണ്, പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യരുത്. ഇന്ന കാര്യം നിങ്ങൾ നിർബന്ധമായി ചെയ്യണം, അത് പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യണം. അങ്ങനെ നമസ്കരിക്കുക, നോമ്പ് പിടിക്കുക, സക്കാത്ത്, ധനമുള്ളവർ സക്കാത്ത് കൊടുക്കുക, 102.5 രൂപ വെച്ച് കൊടുക്കണം. കൃഷിക്കാർ 10 വെച്ച് കൊടുക്കണം. പിന്നെ സാമ്പത്തികമായും ശാരീരികമായും കഴിവുള്ളവർ കാബത്തിൽ പോയി ഹജ്ജ് ചെയ്യുക, അത് ഫറളാണ്. ഇത്യാദി കാര്യങ്ങൾ. അതുപോലെ തന്നെ വിശ്വാസം, അള്ളാഹുവിൽ വിശ്വസിക്കുക, പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, കിതാബിൽ വിശ്വസിക്കുക, അന്ത്യനാളിൽ വിശ്വസിക്കുക, നന്മയും തിന്മയും അള്ളാഹിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതാണെന്ന് വിശ്വസിക്കുക. ഇതാകുമ്പോൾ നമ്മുടെ വിശ്വാസം പൂർണ്ണമാകും. അല്ലാഹു സുബ്ഹാനഹു തആല ആ ഖുർആൻ അനുസരിച്ച്, ഹദീസ് അനുസരിച്ച് ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാതാപിതാക്കളെ ബഹുമാനിക്കണം. അതുപോലെ തന്നെ അന്യ സമുദായക്കാരെ, നമ്മുടെ സമുദായം അല്ലാത്തവരുണ്ട്, അവരെ നമ്മൾ ബഹുമാനിക്കണം, അവരെ ആക്ഷേപിക്കരുത്, ആരെയും വിമർശിക്കാൻ പാടില്ല. നമ്മൾ ഒരു കുടുംബത്തിലുള്ള അംഗങ്ങൾ, ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും ജനിച്ചവരാണ്. കൂടെയുള്ള മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാം ഒരു മാതാവിൽ നിന്നും പിതാവും. ആദം നബി, ബീവി ഹവ്വ, ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ഉപ്പുപ്പമാരും ഉമ്മുമ്മമാരും. അവരിൽ നിന്നാണ് മനുഷ്യജനങ്ങളെല്ലാം ഉണ്ടായത്. പിന്നെ ഓരോരുത്തർ ഓരോരോ സമുദായത്തിൽ ജനിച്ചതുകൊണ്ട് അങ്ങനെ മാറി. ചിലർ ഹിന്ദു കുടുംബത്തിൽ ജനിച്ചവർ സ്വാഭാവികമായിട്ട് അവർ ഹിന്ദുക്കളായിട്ട് ജീവിക്കും. ക്രിസ്തുമതത്തിൽ വിശ്വസിച്ചവർ അങ്ങനെ വിശ്വസിക്കും. പക്ഷേ യാഥാർത്ഥ്യം എന്താണ്? ഈ പ്രവാചകന്മാരെ വിശ്വസിക്കണം. പക്ഷേ മുഹമ്മദ് നബി വന്നതിനോടുകൂടെ ഇനിയൊരു പ്രവാചകൻ വരാനില്ല, അവസാനത്തെ നബിയാണ്. ആ നബിയിൽ വിശ്വസിക്കണം. അവസാനമായിട്ട് ഇറങ്ങിയ പരിശുദ്ധമായ ഖുർആനിലും ഇറങ്ങണം. വിശ്വസിക്കണമെങ്കിലേ പരലോകം വിജയിക്കാനൊക്കെ ഉള്ളൂ. ഈ യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല, അത് പറയണം. അതുകൊണ്ടാണ് മറ്റ് സമുദായങ്ങളിൽ നിന്ന് ധാരാളം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. ആരെയും നിർബന്ധമാക്കിയിട്ടല്ല. എൻ്റെ മതപ്രസംഗ പരമ്പരയിൽ തന്നെ ധാരാളം മറ്റ് സമുദായക്കാർ വന്നിട്ടുണ്ട്, ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. യാഥാർത്ഥ്യം മനസ്സിലാകുമ്പോൾ അത് വരും, അത് നമുക്ക് മറച്ചു വയ്ക്കാൻ പാടില്ല. അതുകൊണ്ട് മറ്റ് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് മറ്റ് പ്രവാചകന്മാരിൽ വിശ്വസിച്ചവരൊക്കെ രക്ഷപ്പെടും. ആ കാലത്ത് ആ പ്രവാചകന്മാരിൽ വിശ്വസിക്കണമെന്നാണ്. അവർ പറഞ്ഞനുസരിച്ച് ജീവിക്കണം. പക്ഷേ മുഹമ്മദ് നബിക്ക് പ്രവാചകത്വം കിട്ടിയതിന് ശേഷം അദ്ദേഹത്തിൽ വിശ്വസിക്കണം. വേദഗ്രന്ഥം വന്നതിന് ശേഷം അതിൽ വിശ്വസിക്കണം. എങ്കിലേ നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാനൊക്കെയുള്ളൂ. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. പിന്നെ ഏതൊരു കാര്യം നിർബന്ധമാക്കിയിട്ടുണ്ടോ, ഏതൊരു കാര്യം നിരോധിച്ചിട്ടുണ്ടോ, നിർബന്ധമാക്കിയ കാര്യങ്ങൾ എടുക്കുകയും നിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്താൽ നമുക്ക് പരലോകത്തിൽ മാത്രമല്ല രക്ഷ, ഇവിടെയും നമുക്ക് രക്ഷയാണ്. മദ്യപിക്കരുതെന്ന് പറഞ്ഞു, അത് നിഷിദ്ധമാക്കി അള്ളാഹിൻ്റെ റസൂല് ഖുർആൻ അനുസരിച്ച്. ഖുർആനിൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഇജ്തനിബൂ കസീറൻ മിനൽ-ളന്നി ഇന്ന ബഅദൽ-ളന്നി ഇസ്മുൻ എന്ന് പറഞ്ഞാൽ അത് വേറൊരു പ്രാവശ്യം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു മദ്യപാനം, ലഹരി വസ്തുക്കളെല്ലാം നിഷിദ്ധമാണ്, അത് കഴിക്കാൻ പാടില്ല. അങ്ങനെ നിരോധിച്ചത് എന്തിനാണ് വേണ്ടിയാണ്? നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ബുദ്ധിശരത മാറും. അപ്പോൾ നമ്മൾ ആരെയും എന്തും പറയും, വൃത്തികേട് പറയും, നമ്മുടെ ധനം വലിച്ചടയും, എല്ലാം ഓർമ്മശക്തി പോകും, മൃഗങ്ങളെപ്പോലെയാവും. അതാണ് അല്ലാഹ് പറഞ്ഞത്, അത് പാടില്ല. വ്യഭിചാരത്തിൽ നടക്കാൻ പാടില്ല. കാരണം വ്യഭിചാരം നിഷിദ്ധമാണ്, ഹറാമാണ്.
അന്യ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെടാൻ പാടില്ല. സ്വന്തം ഭാര്യയിലെ ആരുമായിട്ടേ ബന്ധപ്പെടാൻ പാടുള്ളൂ. കാരണം അറ്റത് അള്ളാഹു നിഷിദ്ധമാക്കിയതാണ്. അതിൽ ജനിക്കുന്ന കുട്ടികൾ നല്ല കുട്ടികളാകൂല. അതുകൊണ്ട് ഒരിക്കലും അന്യ സ്ത്രീകളുമായിട്ട് മോശമായ നിലയിൽ പെരുമാറാൻ പാടില്ല. ഇന്ന് നമ്മുടെ ഓരോ നേതാക്കളെക്കുറിച്ചൊക്കെ പത്രങ്ങളിൽ വച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. പക്ഷേ ഇസ്ലാം അതൊന്നും അനുവദിച്ചിട്ടുള്ളതല്ല. സ്വന്തം ഭാര്യമാരിൽ മാത്രമേ അവൻ്റെ ആഗ്രഹം നിറവേറ്റാവൂ. അതാണ് ഇസ്ലാം പറയുന്നത്. മറ്റത് അപകടകരമാണ്. മോശമായ നിലയിൽ പലരുമായി ബന്ധപ്പെടുന്നവർക്ക് ഗുഹ്യരോഗങ്ങൾ പിടിപെടും. അള്ളാഹു കാക്കട്ടെ. അതുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ടോ അതെടുക്കുകയും എന്തെല്ലാം കാര്യങ്ങൾ നിരോധിച്ചിട്ടുണ്ടോ അത് ഉപേക്ഷിക്കുകയും ചെയ്യുക. എങ്കിൽ നമുക്ക് ഈ ലോകത്തും രക്ഷപ്പെടാം, പരലോകത്തും രക്ഷപ്പെടാം. അതുപോലെ തന്നെ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. 5 വക്ത് നമസ്കാരം നിർബന്ധമാക്കി. നമുക്ക് ഒരു ദിവസം 5 പ്രാവശ്യം സുബഹി പ്രഭാതം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, ഉച്ച കഴിഞ്ഞാൽ 12 മണി 12:30 കഴിഞ്ഞാൽ മധ്യാഹ്നത്തിൽ തെറ്റിയതിന് ശേഷം 4 മണിക്ക് സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒന്ന്, പിന്നെ അസ്തമിച്ച് 2 മണിക്കൂർ കഴിയുമ്പോൾ 8 മണിയാകുമ്പോൾ വേറൊന്ന്. ഇങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞ് നമ്മളെ ശിക്ഷിക്കാനല്ല. നമസ്കരിക്കുമ്പോൾ നമ്മുടെ ശരീരം ശുദ്ധമാകും, വസ്ത്രം ശുദ്ധമാകും, ആരോഗ്യമുണ്ടാകും. കൃത്യമായി നമസ്കരിക്കുന്നവന് ഒരസുഖവും ഉണ്ടാകില്ല. ഞങ്ങളൊക്കെ സുഹൃത്തുക്കളെ ചെറുപ്പത്തിലെ 5 വയസ്സിന് മുമ്പേ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട്. ഇന്നേ വരേക്കും ആരോഗ്യത്തിന് ഒരു ദോഷവും വന്നിട്ടില്ല. എൻ്റെ വയസ്സ് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ ഉസ്താദന്മാരത്തോട് ചോദിച്ചാലും മതി. പക്ഷേ അള്ളാഹു നമുക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട്? നിസ്കരിച്ചതിൻ്റെ പേരിൽ, ഒന്നു ചെയ്തതിൻ്റെ പേരിൽ, അള്ളാഹു പറഞ്ഞനുസരിച്ച് അനഞ്ഞതിൻ്റെ പേരിൽ. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തെ രക്ഷപ്പെടുത്തുന്നതാണ് ഈ നമസ്കാരം. നോമ്പ് വാതോരാതെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ആമാശയത്തിന് വിശ്രമം കിട്ടത്തില്ല. പകൽ സമയം 1 മാസം പകൽ സമയം ഒന്നും കഴിക്കരുത്. അള്ളാഹു നിർബന്ധം. ചില നോമ്പുണ്ട് ഇന്നൊക്കെ കഴിച്ചൂടെ, ബാക്കിയുള്ളതൊക്കെ കഴിക്കാം. അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അതുകൊണ്ട് നോമ്പ് പകൽ സമയത്തൊന്നും കഴിച്ചുകൂടാ. ഒരു ദിവസം റമദാനിൽ പൂർണ്ണമായി. എന്തുകൊണ്ട്? അവൻ്റെ ആരോഗ്യത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെ ആമാശയത്തിൽ നിന്നാണ് തുടരെ വാതോരാതെ ആഹാരം കഴിക്കുമ്പോഴാണ് പല അസുഖങ്ങളും ഉണ്ടാകുന്നത്. നോമ്പ് പിടിക്കുമ്പോൾ നമ്മുടെ ഈ പകൽ സമയം ആഹാരത്തിട്ട് ഒഴിവാകുമ്പോൾ ആമാശയത്തിന് വിശ്രമം ഉണ്ടാകും, എല്ലാം ദഹിച്ചു മാറും. അങ്ങനെ ആരോഗ്യം രക്ഷപ്പെടുത്തുന്നതാണ് ഈ റമദാനുള്ള നോമ്പ്. അതുപോലെ തന്നെ സക്കാത്ത് കൊടുക്കണമെന്ന് പറയുന്നു. അതും നമ്മുടെ ഇടയിൽ ഐക്യവും യോജിപ്പും ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. 2.5% കൊടുക്കണം. ഒരാൾക്ക് 100 രൂപ ഉണ്ടെങ്കിൽ 2.5% ആളുകൾക്കുള്ളതാണ് അത് കൊടുക്കണം. 10 പറ നെല്ല് കിട്ടിയാൽ അതിനും 1% അതും കൊടുക്കണം. ഇങ്ങനെ കൊടുക്കുന്നത് സാധുക്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അങ്ങനെ ഹജ്ജ് അതും നമ്മളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അള്ളാഹു എന്തെല്ലാം കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ടോ അതിനെ ഉപേക്ഷിക്കുകയും നിരോധിച്ചിട്ടുള്ളതിനെ ഉപേക്ഷിക്കുകയും നിർബന്ധമാക്കിയ കാര്യങ്ങൾ എടുക്കുകയും ചെയ്യണം. എന്നാൽ നമ്മുടെ ജീവിതം ഇവിടെയും ഭാസുരമാണ്, പരലോകത്തും ഭാസുരമാണ്. അള്ളാഹുവിന് തൗഫീക്ക് നൽകട്ടെ. എൻ്റെ മക്കളോട്, എൻ്റെ കുട്ടികളോട് ഞാൻ പറയുകയാണ്, നിർബന്ധമാക്കിയ കാര്യങ്ങൾ ഒന്നും വീഴ്ച വരുത്തരുത്. നിസ്കാരം കൃത്യമായി അനുഷ്ഠിക്കണം. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കണം. അപ്പോൾ കളിക്കാൻ നിൽക്കരുത്. ഖുർആൻ നല്ല വെള്ളം പാഠമാക്കാൻ ഹിബുലാക്കാൻ ഒക്കുന്നവർ, ഹിബുലിന് ചേർന്നവരുണ്ട്. അവർ ആ ശ്രദ്ധയിൽ തന്നെ ആയിരിക്കണം. ഹിബുലിന് പഠിക്കണം. നിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കണം. നിർബന്ധമാക്കിയ കാര്യങ്ങൾ എടുക്കുകയും. എന്നാൽ നമ്മൾ ഈ ലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കും, പരലോകത്തും നമുക്ക് വിജയിക്കാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ എടുക്കുകയും നിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ജീവിച്ച് മരിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ സമയം ഇനി ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇവിടെ പങ്കെടുക്കാനുള്ള ഒരു നേതാവ് ഇതുവരയ്ക്കും എത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാൻ ഇനി ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ കുട്ടികളോട് പറഞ്ഞതാണ്, പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ കളിക്കാനോ ചിരിക്കാനോ പോകരുത്. എങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് പഠിക്കുന്ന സമയത്ത് പഠിക്കുക തന്നെ വേണം. മാതാപിതാക്കളെ അനുസരിക്കണം, മുതിർന്നവരെ അനുസരിക്കണം. മറ്റ് സമുദായക്കാരെയും നമ്മൾ ബഹുമാനിക്കണം. മറ്റ് സമുദായക്കാരെ ആക്ഷേപിക്കരുത്, നമ്മൾ അവഹേളിക്കരുത്.
നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടും നിങ്ങളുടെ രക്ഷകർത്താക്കളോടും എനിക്ക് പറയാനുള്ളത്, ജനാധിപത്യത്തിൽ വിശ്വസിക്കണം, മതേതരത്വത്തിൽ വിശ്വസിക്കണം. വർഗീയവാദിയാളുള്ളത് ഇന്ന് നമ്മുടെ ഇന്ത്യ ഭരിക്കുന്നത് ജനാധിപത്യ വിശ്വാസികളല്ല, വർഗീയവാദികളാണ്. അത് പാടില്ല. നമ്മൾ ഈ ജനാധിപത്യത്തിൽ ഒരു മാതാവിൽ നിന്നും പിതാവിൽ നിന്നും നമ്മൾ ഉത്ഭവിച്ചവരാണ്. മറ്റ് സമുദായക്കാർ നമ്മൾ തള്ളിപ്പറയാൻ പാടില്ല, അവരെ ആക്ഷേപിക്കാൻ പാടില്ല. അവരോട് നല്ല കാര്യങ്ങൾ പറയണം. നിങ്ങൾ ഇതാണ്, ഖുർആനിൽ വിശ്വസിക്കുന്നത് നല്ലതാണ്, പ്രവാചകനിൽ വിശ്വസിക്കുന്നത് നല്ലതാണ്, നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും രക്ഷപ്പെടാം എന്ന് കരുതി ഒരാൾ വിശ്വസിച്ചില്ല എന്ന് കരുതി അവരെ നമ്മൾ വിമർശിക്കുവാനോ ആക്ഷേപിക്കാനോ പാടില്ല. മറ്റുള്ളവരെയൊക്കെ ഇഷ്ടമില്ലാത്ത ഒന്നും പറയാൻ പാടില്ല. മറ്റുള്ളവരോടും നല്ല പ്രവാചകൻ്റെ സ്വഭാവത്തിൽ ആകർഷകരായിക്കൊണ്ടാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. ആദ്യം വരാൻ ആളുകളെ അറച്ചു. പക്ഷേ നബിയെ മനസ്സിലാക്കിയപ്പോൾ, നബി കൊണ്ടുവന്ന കാര്യങ്ങൾ അത് നല്ലതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വലിയ വലിയ ഉയർന്ന നേതാക്കൾ, സമ്പന്നന്മാർ എല്ലാവരും ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. എന്നതുപോലെ ഇന്നും ഞാൻ തന്നെ എൻ്റെ പ്രസംഗത്തിൽ ഞാൻ 25 വയസ്സ് മുതൽ പ്രസംഗ പരമ്പരയിൽ ഇടപെട്ട ആളാണ്. 50, 55 വയസ്സ് 60 വയസ്സ് വരെ പ്രസംഗ ഫീൽഡിലുണ്ടായിരുന്നു. ധാരാളം ആൾക്കാർ ആ പ്രസംഗം കേട്ട് എൻ്റെ അടുക്കൽ വരികയും വിശ്വസിക്കുകയും ചെയ്തു. എന്നതുപോലെ നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പോഴതിൽ വന്നാൽ അവരെ നല്ല നിലയിൽ സ്വീകരിക്കണം. അല്ലെങ്കിൽ വന്നില്ലെങ്കിലും അവരെ നമ്മൾ പഴിക്കാൻ പാടില്ല, ആക്ഷേപിക്കാൻ പാടില്ല. മറ്റ് സമുദായക്കാരെ ആരെയും ആക്ഷേപിക്കരുത്, നല്ല നിലയിൽ പെരുമാറണം. ഇന്ന് എന്നെ തന്നെ അവിടെ മറ്റ് സമുദായക്കാരുടെ പരിപാടികളുണ്ടെങ്കിൽ എല്ലാത്തിലും എന്നെ വിളിക്കും, ഞാനും പോകും. അത് ഞാൻ സഹകരിക്കും, അവരോട് നല്ല നിലയിൽ സഹകരിക്കാറുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവരോട് നമ്മൾ നല്ല നിലയിൽ സഹകരിക്കണം. ആരെയും ആക്ഷേപിക്കരുത്, വിമർശിക്കരുത്. സത്യം കാര്യങ്ങൾ പറയണം. ഖുർആനും ഹദീസും ഇന്നതാണ്, അതിൽ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഉപദേശം കൊടുക്കുക. അല്ലാതെ നമ്മൾ വിശ്വസിച്ചില്ല എന്ന് കരുതി അവരെ വിമർശിക്കുവാനോ ആക്ഷേപിക്കുവാനോ പാടില്ല. നല്ലത് യാഥാർത്ഥ്യം എന്ന് എത്രയോ ഉയർന്ന ആൾക്കാർ, എത്രയോ ഡിഗ്രിക്കാർ ഇന്ന് ഇസ്ലാമിലേക്ക് വന്നു. മറ്റ് രാഷ്ട്രീയ നേതാക്കൾ, രാജാ കരോടി ഇസ്ലാമിലേക്ക് വന്ന ആളാണ്, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു. അതുപോലെ ധാരാളം ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നല്ലത് ഏതാണോ അത് കേട്ട് നമ്മൾ പഠിക്കണം, നല്ലതിനെ സ്വീകരിക്കണം, അല്ലാത്തതിനെ നമ്മൾ ഉപേക്ഷിക്കണം. എല്ലാ സമുദായക്കാരോടും നല്ല നിലയിൽ പെരുമാറണം. നമ്മളോട് അള്ളാഹുവും പ്രവാചകനും എന്താണോ പറഞ്ഞത് അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. അർഹമുർ റഹീമായ അള്ളാഹുവേ, ഈ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നീ നിലനിർത്തണം പടച്ചവനെ. ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും നൽകണം പടച്ചവനെ. കുട്ടികളോട് ഒന്നുകൂടി ഞാൻ പറയണം, നിങ്ങളുടെ സമയം പാഴാക്കി കളയരുത്. ഉറങ്ങാനും ആഹാരം കഴിക്കാനും കുളിക്കാനും മറ്റുള്ള നിസ്കരിക്കാനുമുള്ള സമയം മാത്രമെടുക്കുക. ബാക്കിയുള്ള സമയം മുഴുക്കെ പഠിക്കുന്നതിൽ ആയിരിക്കണം നമ്മുടെ ശ്രദ്ധ. മാതാപിതാക്കളെ ബഹുമാനിക്കണം, ഉസ്താദന്മാരെ ബഹുമാനിക്കണം, പ്രായം കൂടിയവരെ ബഹുമാനിക്കണം. ആരെയും വിമർശിക്കാൻ പാടില്ല, ആരെയും ആക്ഷേപിക്കാൻ പാടില്ല. നല്ല നിലയിൽ പെരുമാറിയാൽ നമ്മളിവിടെയും നല്ല നിലയിൽ ജീവിക്കാം, പരലോകത്തും നമുക്ക് നല്ല നിലയിൽ ജീവിക്കാൻ സാധിക്കും. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഈ സ്ഥാപനത്തെ നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണം പടച്ചവനെ. അബ്ദുറഹ്മാൻ ഹാജി അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ നല്ലൊരു വിഹിതം ഈ ദീനിയായ വിഷയങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയാണ്. അള്ളാഹുവിന് തൗഫീഖ് നൽകട്ടെ. ഞാൻ ചിലപ്പോഴൊക്കെ മന്നാനിയായിൽ ഇത്തിരി സാമ്പത്തികമായ ഞെരുക്കം വരുമ്പോൾ ഞാൻ പറയും, അബ്ദുറഹ്മാൻ ഹാജിയുടെ അടുത്ത് പറയും, ഒന്ന് സഹായിക്കണം. ഇപ്പോൾ വലിയ അവിടെ കോടിക്കണക്കിന് രൂപ മാസം വേണ്ടി വരും. അങ്ങനത്തെ സ്ഥാപനമാണ്, 10-12 സ്ഥാപനമുണ്ട്. അതിനൊക്കെ സഹായിക്കും. അതിനൊക്കെ അർഹമായ പ്രതിഫലം അള്ളാഹു കൊടുക്കട്ടെ. ഈ നല്ല സ്ഥാപനം നടത്തുന്നതിലും അള്ളാഹു അനുഗ്രഹം നൽകട്ടെ. ഇത് അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിനും ബർക്കത്ത് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അതിൻ്റെ ഫലം അള്ളാഹു നൽകുകയും ചെയ്യട്ടെ.
ഇതിനൊക്കെ ആരൊക്കെ സഹായിക്കുന്നോ, ആരൊക്കെ പ്രവർത്തിക്കുന്നോ അതിനർഹമായ പ്രതിഫലം നൽകട്ടെ. ഇവിടെ പഠിക്കുന്ന കുട്ടികളെയും സ്വാലിഹത്തായ കുട്ടികളാക്കി തീർക്കട്ടെ. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സ്വർഗ്ഗജീവിതം നയിക്കാൻ അവർക്കും നമുക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അതിന് അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാവാരിധിയുമായ അള്ളാഹുവിൻ്റെ നാമധേയത്തിൽ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, Ustad. Now I invite our respected chairman, Hafiz Abdul Rahman Ustad, for honoring Kadakal Abdul Aziz Ustad. അൽഹംദുലില്ലാ. ബഹുമാനപ്പെട്ട ഉസ്താദ് ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിന് ഇന്ന് ഇങ്ങനെ ഒരു പുരസ്കാരം, ഒരു സ്നേഹ സമ്മാനം നൽകാനുള്ള ഒരു കാരണം തന്നെ അദ്ദേഹത്തിന് വലിയ സേവനമാണ്. ഒരു ഗിന്നസ് റെക്കോർഡിൻ്റെ ഉടമയാണ് ഉസ്താദ്. ജോനകപ്പുറം വലിയ പള്ളി ജുമാ മസ്ജിദിൽ 60 കൊല്ലം അവിടുത്തെ ചീഫ് ഇമാമാണ്. പുരാതനമായ മസ്ജിദ്, അതും ഹോസ്റ്റൽ ഏരിയയിലുള്ള മസ്ജിദ്. നമ്മുടെ അറിയപ്പെടുന്ന വലിയ ആളുകൾ, വിദേശകാര്യ മന്ത്രിയായിരുന്ന എ റഹീം സാഹിബ് ഉൾപ്പെടെയുള്ള വലിയ വലിയ ആളുകളുടെ ജമാഅത്തിൽ 60 കൊല്ലത്തിലധികമായി അവിടുത്തെ ചീഫ് ഇമാമാണ്. ബഹുമാനപ്പെട്ട ഉസ്താദിനെ കുറിച്ച് പറഞ്ഞാൽ പുരോഗമന പ്രസ്ഥാനങ്ങൾ കൊല്ലത്ത് ചെയ്തിട്ടുള്ളതിൻ്റെ 100 ഇരട്ടി അധികം കാര്യങ്ങൾ അദ്ദേഹം നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. പണ്ട് കൊല്ലത്ത് വലിയൊരു ഉത്സവമുണ്ടായിരുന്നു, മുഹറം. വലിയ തോന്നിവാസങ്ങളായിരുന്നു അവിടെ നടന്നിരുന്നത്. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ വലിയ പരിശ്രമത്തിന്റെ പേരിലാണ് മുഹറം എന്ന് പറയുന്ന വലിയൊരു ഉത്സവം നമ്മുടെ നാട്ടിൽ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിച്ചത്. വലിയ പള്ളി ജുമാ മസ്ജിദ്, നമുക്കറിയാം, ഭീമാപ്പള്ളി പോലെ പുരാതനമായ വലിയ പള്ളി ജുമാ മസ്ജിദിൽ ഉറൂസുകൾ, ചന്ദനക്കുടം, അതുപോലെയുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടി ധാരാളം ആളുകൾ വലിയ പരിശ്രമങ്ങൾ ചെയ്തിട്ട് അതിനെയെല്ലാം തച്ചുടച്ച് അവിടെ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും വരാതെ ധീരതയോടുകൂടി അതിനെ മുന്നിൽ നിന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാൻ വലിയ സൂക്ഷ്മത നടത്തിയത് ബഹുമാനപ്പെട്ട ഉസ്താദാണ്. അല്ലായിരുന്നുവെങ്കിൽ അവിടെ നമുക്ക് പലതും കാണേണ്ടി വന്നേനെ. അവിടെ ധാരാളം ഔലിയാക്കൾ അടങ്ങിയിട്ടുണ്ട്, ധാരാളം ജനാസകൾ, പഴയ ജനാസകൾ, അത് പൊളിച്ച് പുതിയത് വെക്കാൻ പോകുമ്പോൾ ജീവനോടുകൂടി ഇരിക്കുന്ന ധാരാളം ജനാസകളെ ഉസ്താദ് കണ്ടിട്ടുണ്ട്. അവിടെയെല്ലാം പലവിധമായ ആചാരങ്ങളും കൊണ്ടുവരാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനെയെല്ലാം തടഞ്ഞു നിർത്തി ആ ദീനിന്റെ ഷിയാറോടുകൂടി ദീനിയായ നിലയിൽ ഇസ്ലാമികമായ കർമ്മപരമായ കാര്യങ്ങളല്ലാതെ മറ്റ് യാതൊന്നിനും അവസരം കൊടുക്കാതെ 60 കൊല്ലം നമ്മുടെ മുന്നിൽ അദ്ദേഹം നിലനിൽക്കുകയാണ്. മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയെ, മദ്രസ വിദ്യാഭ്യാസ മേഖലയെ തെക്കൻ കേരളത്തിൽ ഏകദേശം 3500ഓളം മദ്രകൾ സ്ഥാപിക്കാൻ 50 കൊല്ലം കൊണ്ട് അദ്ദേഹം ഓടി നടക്കുകയാണ്. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഈ ലത്തീഫ ബീവി മെമ്മോറിയൽ സ്കൂളിൻ്റെ പേരിൽ ഒരു ആദരവ് നൽകിയില്ല എങ്കിൽ അത് വലിയ ഒരു കുറവായി പോകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന് ഈ
ആദരവ് ഇതിനേക്കാൾ വലുത് നമ്മുടെ കയ്യിൽ നൽകാൻ ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും വലിയ ആദരവായി ലത്തീഫ ബീബി മെമ്മോറിയൽ സ്കൂള് ബഹുമാനപ്പെട്ട ഉസ്താദിന് നൽകിയത്. അള്ളാഹു ഉസ്താദിൻ്റെ ജീവിതത്തിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, ആയുസ്സിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മൾ പറയാറുണ്ട് മമ്മൂട്ടിയൊക്കെ 74 വയസ്സ് 75 വയസ്സെന്നൊക്കെ. പക്ഷെ ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതുപോലെ വയസ്സ് പറയുന്നില്ല എന്ന് പറഞ്ഞു. 60 കൊല്ലം ഒരു പള്ളിയിൽ ചീഫ് ഇമാമായിരുന്നു എങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ വയസ്സ് എത്രയായിരിക്കും നമുക്ക് ഏകദേശം ഊഹിക്കാവുന്നതാണ്. അള്ളാഹു ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ, നിങ്ങൾ എന്നെ ബഹുമാനിച്ചുകൊണ്ട് ഈ ആദരവ് നൽകിയതിന് ഞാൻ സന്തുഷ്ടനാണ്. ഞാൻ ദുആ ചെയ്യും. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം തരട്ടെ. ഈ സ്ഥാപനത്തെ ഞാൻ മുമ്പ് അതിനെ ഞാൻ ബഹുമാനിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഞാൻ ദുആ ചെയ്യും ഒക്കെ ചെയ്യും. അബ്ദുറഹ്മാൻ ഹാജി, അതുപോലെ തന്നെ അബ്ദുൽ നൂർ, അവരൊക്കെ ദീനിൻ്റെ ആൾക്കാരാണ്, ദീനിൻ്റെ പ്രവർത്തകരാണ്. അവർ ബിസിനസ്സും നടത്തും, ദീനി പ്രവർത്തനവും നടത്തും. അൽഹംദുലില്ലാ, ആലിമീങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ സ്നേഹം കിട്ടാൻ അള്ളാഹു ഇടയാക്കട്ടെ. നിങ്ങൾ ഈ നൽകിയ സ്വീകരണം ഞാൻ ബഹുമാന പുരസ്സരം സ്വീകരിച്ചുകൊണ്ട് നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you, Ustad. Now, I would like to invite famous social worker Zainuddin Koya to deliver a speech. അസ്സലാമു അലൈക്കും. നിങ്ങളെ ഈ സദസ്സ് കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി നമ്മുടെ പത്രത്തിൽ ഒരു സംഭവം വിവരിക്കപ്പെട്ടിരുന്നു. 13 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആസാം സ്വദേശിയാണ്, കേരളത്തിലെ തിരുവനന്തപുരത്ത് നിന്നാണ് തോന്നുന്നു, വീട് വിട്ടിറങ്ങിപ്പോയി. 5-ാം ദിവസം തോന്നുന്നു തിരിച്ച് കണ്ടുപിടിച്ചു. ആ കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള കാരണം പറഞ്ഞത് മാതാപിതാക്കളുമായിട്ടുള്ള വഴക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. പോലീസ് കണ്ടുപിടിച്ചു, തിരിച്ചു കൊണ്ടുവന്നു. പക്ഷേ ആ കുട്ടി പറഞ്ഞു, മാതാപിതാക്കളോടൊപ്പം എനിക്ക് ജീവിക്കണ്ട. അങ്ങനെ കുട്ടികളെ സംരക്ഷിക്കുന്ന ഒരു ഹൗസിൽ അതിനെ താമസിപ്പിച്ചിരിക്കുകയാണ്. മുസ്ലിം സമുദായത്തിൽ ജനിച്ച കുട്ടിയാണത്. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഇതുപോലെ 100 കണക്കിന് സംഭവങ്ങൾ നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ട്. ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന് വല്ല പോറലും മേൽക്കുന്നുണ്ടോ? ഇതുപോലുള്ള സംഭവങ്ങൾ ഭാവിയിൽ നമ്മുടെ കുടുംബത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അവലോകനം ചെയ്യേണ്ടിയിരിക്കുന്നു. ഇവിടെ ധാർമ്മിക ബോധമുള്ള വിദ്യാഭ്യാസമാണ് ഈ കലാലയത്തിൽ നൽകുന്നത്. കേവലം ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല, മതപരമായ ശിക്ഷണവും നൽകിയാണ് വിടുന്നത്. അങ്ങനെയെങ്കിൽ മാതാപിതാക്കളുടെ മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇസ്ലാമിക ധർമ്മബോധം എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം, ദൈവികമായ സന്ദേശമാണ് ഇസ്ലാമിൻ്റേത്. അത് മനുഷ്യൻ്റെ എല്ലാ തലത്തിലുള്ള പുരോഗതിക്കും വേണ്ടി ഉള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അവിടെ സ്ത്രീയെന്നോ പുരുഷനോ എന്നുള്ള വ്യത്യാസമില്ല. It's a joyful moment. Our chief guest arrived. We all welcome you, sir.
ഹലോ. നമ്മൾ പ്രതീക്ഷിച്ച അതിഥി വന്നതുകൊണ്ട് ഞാൻ ഈ സംസാരം വളരെ ചുരുക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതുപോലുള്ള കുടുംബബന്ധങ്ങളെ ശിഥിലമാക്കുന്ന സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ നമ്മുടെ ധർമ്മബോധം, നമ്മുടെ മതബോധം നമ്മളെ അതിന് പ്രേരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ഭൗതിക വിദ്യാഭ്യാസം നേടുന്നതിനോടൊപ്പം ധാർമ്മിക വിദ്യാഭ്യാസം, അതായത് മതവിദ്യാഭ്യാസത്തിലും ഇത്തരം നിർദ്ദേശങ്ങൾ വീട്ടിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധ വേണം. അവരോട് നമ്മൾ തമാശ പറയണം. കുട്ടികളെ എപ്പോഴും പഠിക്കൂ എന്ന് നിർബന്ധിച്ചുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല. പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് തമാശകൾ വന്നിട്ടുണ്ട്, നിർദോഷമായ തമാശകൾ പറയുമ്പോൾ പോലും കള്ളമായിരിക്കരുത് എന്ന് പ്രവാചകൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരിക്കൽ പ്രവാചകൻ ഒരു കുട്ടിയെ ഇരട്ടക്കണ്ണ എന്ന് വിളിച്ചു. ഇരട്ടക്കണ്ണ എന്ന് വിളിച്ചാൽ യഥാർത്ഥത്തിൽ നമുക്ക് പെട്ടെന്ന് അതൊരു ചിരി ഉയർത്തുന്നതായിട്ട് തോന്നും. യഥാർത്ഥത്തിൽ ആ ഒരു മനുഷ്യൻ ഇരട്ടക്കണ്ണനല്ലേ? അപ്പോൾ തമാശ പറയുമ്പോൾ പോലും സത്യമായിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് തമാശ പറയാം. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ എപ്പോഴും ടെൻഷൻ പിടിച്ച രീതിയിൽ ജീവിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് മനസ്സിന് സന്തോഷം കൊടുക്കണം. അതനുസരിച്ചുള്ള കഥകളും വായനകളും ഉണ്ടാകണം. മറ്റൊരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോകുന്നത്, ലോക ചരിത്രത്തിൽ മുസ്ലിം സ്ത്രീകൾ വഹിച്ച പങ്കുകളുണ്ട്. ലോകത്താദ്യമായി ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ. ലോകത്താദ്യമായിട്ടൊരു യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത് ഫാത്തിമ അൽ ഫിഹ്രി എന്ന് പറയുന്ന ഒരു വനിതയാണ്. തുനീഷ്യയിൽ ജനിച്ചു. മൊറോക്കോയിൽ പ്രവർത്തന രംഗം വളർത്തിയ അവർ 851 തോന്നുന്നു. ഹൈറുവാൻ യൂണിവേഴ്സിറ്റി എന്നാണ് എൻ്റെ പേര്, ഇപ്പോഴും അതുണ്ട് അവിടെ. അതുപോലെ തന്നെ മക്കയിൽ ഒരു തോടുണ്ട്, സുബൈദ തോടെന്നാണ്. ഹാറൂൻ അൽ റഷീദിന്റെ ഭാര്യയാണ് സുബൈദ. മരുഭൂമിയിൽ വരുന്നവർക്ക് വെള്ളം കുടിക്കുവാൻ ആവശ്യമായ സംവിധാനത്തിന് വേണ്ടി മൈലുകളോളം നീളത്തിലുള്ള ഒരു തോട് നിർമ്മിച്ചു. ആ തോട് നിർമ്മിച്ചത് ഒരു വനിതയാണ്, സുബൈദ എന്ന് പറയും. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ഭരണം നടത്തിയ സുൽത്താന റസിയ, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയ ഹസ്രത് ബീഗം മഹൽ, ഇങ്ങനെ ഒട്ടേറെ വനിതകൾ രംഗത്ത് വന്നു. ഞാൻ ഇത് പറയാൻ കാരണം, ജീവിതത്തിന്റെ നല്ല മേഖലകളിൽ പെൺകുട്ടികൾ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. അവർ മുന്നോട്ട് വരേണ്ടതുണ്ട്. സ്ത്രീക്കും പുരുഷനും തുല്യമായ അവകാശമാണ് ദൈവം നൽകിയിരിക്കുന്നത്, പടച്ചവൻ നൽകിയിരിക്കുന്നത്. അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജീവിത പുരോഗതിക്ക് ആവശ്യമായ എല്ലാ നേട്ടങ്ങളും നേടാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. മതത്തിന്റെ ആദ്യത്തെ നിർദ്ദേശം തന്നെ വായിക്കുക എന്നുള്ളതാണ്. നമ്മൾ വായിക്കണം. ഇന്ന് വായന കുറഞ്ഞുപോയി. പത്രങ്ങൾ വായിക്കുന്നവർ എത്രയുണ്ടെന്ന് സ്വയം ചോദിച്ചാൽ മതി. നമ്മളിത് പത്രം വായിക്കാറില്ല. പത്രം വായിക്കണം. ഇഖ്റ എന്നാണ്, വായിക്കാനാണ് പറഞ്ഞത്. വായിക്കണം. അതുപോലെ തന്നെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ താമസിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അവരുടെ ആശയങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അവരുമായി സഹവർത്തിത്വം പുലർത്തേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കുക, പ്രവാചകനെ കൊല്ലാൻ വിധിച്ചപ്പോൾ ഹിജറ പോയി. ആ ഹിജറ പോയ സമയത്ത് പ്രവാചകൻ തന്റെ വഴികാട്ടിയായി സ്വീകരിച്ചത് നമ്മളിന്ന് കാഫിർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെയാണ്. തന്റെ ജീവൻ അകപ്പെട്ടപ്പോൾ പോലും വിശ്വസ്തമായി തന്നെ വഴികാട്ടിയായി ഏൽപ്പിച്ചത് ഒരു മുസ്ലിം അല്ലാത്തൊരു മനുഷ്യനെയാണ്. പറഞ്ഞു വരുന്നത്, പ്രവാചകൻ മരണപ്പെടുന്ന വേളയിൽ തൻ്റെ അങ്കി പണയം വെച്ചത് ഒരു ജൂതന്റെ അരികെയാണ്. അന്ന് പ്രവാചകനെ സഹായിക്കാൻ ഒട്ടേറെ വ്യക്തികളുണ്ടായിരുന്നു, പണക്കാരായ ശിഷ്യന്മാർ. പക്ഷെ പ്രവാചകൻ പണം വാങ്ങിയത് എവിടെ നിന്നാണ്? മറ്റൊരു സമുദായത്തിൽപ്പെട്ട. അതായത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കണം. പ്രവാചകന്റെ മരണത്തിന് കാരണമായ ഭക്ഷണം കഴിച്ചത് ഒരു ജൂത സ്ത്രീയുടെ വീട്ടിൽ നിന്നായിരുന്നു. അപ്പോൾ മറ്റൊരു വിളിച്ചപ്പോൾ പോയി ഭക്ഷണം കഴിച്ചു. അപ്പോൾ സ്നേഹ സൗഹൃദ ബന്ധം പുലർത്തേണ്ടത്. ഇത് പറയാൻ കാരണം, ഇന്നത്തെ കാലഘട്ടത്തിൽ ബന്ധങ്ങൾ ശിഥിലമാകുന്നു, വ്യത്യസ്ത മതവിഭാഗങ്ങൾ തങ്ങൾ അകന്നു പോകുന്നു. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ അടുത്തറിയാൻ ശ്രമിക്കുക. കാരണം അറിവില്ലായ്മയാണ് മനുഷ്യരുടെ ശത്രു എന്ന് പറയുന്നത്. ഞാൻ ചുരുക്കുകയാണ്. നമ്മുടെ ഈ പ്രോഗ്രാം വിജയകരമായി തീരട്ടെ. 2 വിദ്യാഭ്യാസം കൂടി ചേർത്തുകൊണ്ടുള്ള നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബിൻ്റെ ഈ പരിശ്രമം വിജയത്തിലെത്തിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.
Thank you, sir. Next, I would like to invite our respectful principal, Al-Hafiz Muhammad Saad Al-Hassani, for welcoming and honoring our chief guest, MP N.K. Premachandran sir. Please come on the stage. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ. സമയം ഒരുപാട് അധികരിച്ചതിനാൽ വലിയ ആമുഖങ്ങളില്ലാതെ നമുക്ക് നമ്മുടെ അതിഥിയെ പരിചയപ്പെട്ട് സദസ്സിലേക്ക് ക്ഷണിക്കേണ്ടതുണ്ട്. ഒരു ഖുർആനിൻ്റെ വചനവും ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വചനവും പറഞ്ഞുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യമായി വിശുദ്ധ ഖുർആനിൽ ഒരുപാട് പ്രവാചകന്മാരുടെ ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് ഓരോരുത്തർക്കും പരിചയപ്പെടുത്തുന്നുണ്ട്. ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമാണ്, ഖുർആൻ ഒരു പഠന ഗ്രന്ഥമാണ്, ഒരു വൈദ്യ ഗ്രന്ഥമാണ്. ഏതൊക്കെ രീതിയിൽ ഖുർആനിനെ നമുക്ക് അവലംബിക്കാൻ സാധിക്കുമോ ഖുർആൻ അതിനെല്ലാം നമുക്ക് പാഠങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ബഹുമാന്യനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ സംഭവം, വിശാലമായ സംഭവം, അദ്ദേഹത്തിൻ്റെ സംഭവം ഖുർആനിൽ വിവരിക്കുന്നുണ്ട്. അതിൽ യൂസുഫ് നബി രാജാവിൻ്റെ ഒരു സ്വപ്നത്തിന് വ്യാഖ്യാനം നൽകുന്ന ഒരു സുന്ദരമായ ഒരു കഥയുണ്ട്. ചുരുക്കി പറയാം, ഒരു ദിവസം രാജാവ് സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം അറിയാൻ ഒരുപാട് സ്വപ്നവ്യാഖ്യാതാക്കളെ ആ രാജാവ് ബന്ധപ്പെടുകയാണ്. അതിനൊന്നും മറുപടി കിട്ടാതെ അവസാനം യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ അടുക്കലേക്ക് സ്വപ്നവ്യാഖ്യാനം എത്തുമ്പോൾ യൂസുഫ് നബി അതിന് നല്ല കൃത്യമായ വ്യാഖ്യാനം നൽകുന്നു. 7 വർഷം നിങ്ങൾക്ക് നല്ല വിളവുകൾ ലഭിക്കും. അതിനുശേഷം 7 വർഷം ഈ രാജ്യത്തിൽ കടുത്ത പട്ടിണി നേരിടും. അതാണ് താങ്കൾ കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം. അതിനുള്ള പ്രതിവിധി, നിങ്ങൾ 7 വർഷം കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ അത് നശിക്കാതിരിക്കാൻ അതിൻ്റെ കതിര് അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ച് ബാക്കി മുഴുവനും നിങ്ങൾ സൂക്ഷിച്ച് വെക്കുക. ശിഷ്ടമുള്ള 7 വർഷം നിങ്ങൾക്കത് ഉപയോഗിക്കാം എന്ന് രാജാവിന് പറഞ്ഞു കൊടുക്കും. രാജാവ് വലിയ സന്തുഷ്ടനാകും. ആ സമയം യൂസുഫ് നബി രാജാവിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല ജഅൽനി അലാ ഖസാഇനിൽ അർളി ഇന്നി ഹഫീദുൻ അലീം. എന്നെ ഈ ഖജനാവിൻ്റെ മേലധികാരിയാക്കിയാൽ ഞാൻ ഇത് കൃത്യമായി നിർവഹിച്ചു കൊള്ളാം. അതിൽ വളരെ സത്യസന്ധനും അതിനെക്കുറിച്ച് നല്ല അറിവുള്ളവനുമാണ് ഞാനിത് ഈ സന്ദർഭത്തിൽ പറയാൻ കാരണം, നമ്മുടെ സമുദായത്തിൽ, നമ്മുടെ ഈ നാട്ടിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിൽ നിന്നും കഴിവുള്ളവർ, നമ്മുടെ പ്രിയപ്പെട്ട MP-യെ പോലെ നല്ല തലമുറകളിൽ നിന്നും നല്ല വ്യക്തിത്വങ്ങളുള്ളവർ അവരുടെ അവകാശങ്ങൾ, അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അവർ മുന്നോട്ട് വരൽ ഇസ്ലാമിക നിയമപ്രകാരം അത് നിർബന്ധമാണ്. ഒരു മനുഷ്യന് തനിക്ക് അത് നിറവേറ്റാൻ കഴിയുമെന്ന് നിശ്ചയദാർഢ്യമുണ്ട് എങ്കിൽ, ഒരു സമൂഹത്തെ നയിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ട് എങ്കിൽ, ഒരു സമൂഹത്തിന് അവന് ഒരുപാട് കാര്യങ്ങൾ, നേട്ടങ്ങൾ നേടിക്കൊടുക്കാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ട് എങ്കിൽ ആ സമുദായത്തിൻ്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരൽ വളരെ അത്യാവശ്യമാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ലഅൻ യംശിയ അഹദുക്കും മഅ അഖീഹി ഫീ ഖളാഇ ഹാജതിഹി കാന ഖൈറൻ ലഹു മിൻ ഇഅ്തികാഫി 10 സിനീൻ. ഒരു മനുഷ്യൻ്റെ ആവശ്യത്തിനു വേണ്ടി, ഒരു മനുഷ്യനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരാൾ അവൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങി ആ സഹോദരനുമായി ആ ആവശ്യ നിർവഹണത്തിനൊന്ന് പങ്കെടുത്താൽ, അതിനുവേണ്ടി പോയാൽ, അവൻ്റെ ഉദ്ദേശം അത് ശുദ്ധമായ ഉദ്ദേശമാണ് എങ്കിൽ
നല്ല ഉദ്ദേശത്തോടുകൂടി ഒരു മനുഷ്യനെ എനിക്ക് സഹായിക്കണം എന്ന ചിന്തയോടുകൂടി അവനോടൊപ്പം സഞ്ചരിച്ചാൽ തന്നെ അവന് എത്രയോ നാളുകൾ, നമുക്കെല്ലാം അറിയാം, ഇസ്ലാമിൽ ഏറ്റവും മഹത്വമുള്ള ഏറ്റവും പവിത്രമായൊരു കാര്യമാണ് നമ്മൾ പള്ളിയിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പള്ളിയിൽ ഇരുന്നു കൊണ്ട് പള്ളിയിൽ നിന്നും പുറത്തിറങ്ങാതെ ഇഅ്തികാഫ്. റമദാനിൽ നമ്മൾ പലരും ഇഅ്തികാഫ് ഇരിക്കുന്നവരാണ്. പള്ളിയിൽ തന്നെ ഇബാദത്തിലായി, അമലുകളിലായി, ഖുർആൻ ഓതലിലായി കഴിഞ്ഞുകൂടുന്നത് വലിയ പുണ്യമുള്ള കാര്യമാണ്. എന്നാൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യനെ സഹായിക്കാൻ നീ ഇറങ്ങി പുറപ്പെട്ടാൽ 10 വർഷത്തോളം നീ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം അള്ളാഹുവിൻ്റെ അടുക്കൽ ആ ഒരു പുണ്യകർമ്മമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് സന്ദർഭങ്ങളിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ, നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ ആളില്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ, അൽഹംദുലില്ലാ നമ്മുടെ നാട്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ബഹുമാന്യനായ MP നമുക്ക് വേണ്ടി ഒരുപാട് പല വേദികളിലും പാർലമെൻറ്റിലും എവിടെയൊക്കെ നമുക്ക് വേണ്ടി ശബ്ദിക്കാൻ സാധിക്കുമോ അവിടെയൊക്കെ ശബ്ദിച്ച മുഖമാണ്. അള്ളാഹു അതിനെല്ലാം അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹു ഇനിയും ഉയർച്ചകളും വളർച്ചകളും അള്ളാഹു ഏറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ വേദിയിലേക്ക് നമ്മുടെ ബഹുമാന്യനായ പ്രിയങ്കരനായ MP NK പ്രേമേന്ദ്രൻ സാറിനെ ബഹുമാന്യപൂർവ്വം സദസ്സിലേക്ക് ക്ഷണിച്ചുകൊള്ളു. ഈ സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്ന ഈ ട്രസ്റ്റിൻ്റെയും സ്കൂളിൻ്റെയും മാനേജ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ജനാബ് അബ്ദുൾ റഹ്മാൻ സാഹിബ് അവർകൾ, ഈ സമ്മേളനത്തിൽ നിങ്ങളെ അഭിസംബോധന ചെയ്ത, ഈ സമ്മേളനം ഇന്ന് ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന, ഏതാണ്ട് തൻ്റെ ജീവിതകാലയളവിനിടയിൽ, ഈ ജീവിതകാലയളവിനിടയിൽ 3000-ലധികം മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിച്ച, തെക്കൻ കേരളത്തിലെ എന്നല്ല കേരളത്തിലെ തന്നെ പൊതുവെ പണ്ഡിത ശ്രേഷ്ഠരായ വ്യക്തിത്വത്തിനുടമകളായിട്ടുള്ളവരിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്നുവെന്ന അഭിമാനബോധത്തോടുകൂടി നമുക്ക് അവകാശപ്പെടാൻ കഴിയുന്ന, അഭിസംബോധന ചെയ്യാൻ കഴിയുന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുലമയുടെയും ദക്ഷിണ കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെയും ജനറൽ സെക്രട്ടറി കൂടിയായ ഈ സമ്മേളനം ഉപഹാരം നൽകി ഇതിനകം ആദരിച്ച, ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന ജനാബ് കടക്കൽ അബ്ദുൽ അസീസ് മൗലവി അവർകൾ, അതുപോലെ ഈ സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സിദ്ദിഖ് മന്നാനി ഉൾപ്പെടെയുള്ള വളർന്നു വരുന്ന പുതിയ തലമുറയിലെ പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തികൾ, എന്നെ ഈ പരിപാടിയിൽ നിർബന്ധിത താല്പര്യത്തോടുകൂടി പങ്കെടുപ്പിക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിട്ട് പോലും നിർബന്ധമായും പങ്കെടുക്കണമെന്ന് താല്പര്യപ്പെടുത്ത് എന്നെ ഇവിടെ എത്തിക്കുന്നതിൽ നേതൃപരമായ പങ്കുവഹിച്ച ഈ പ്രദേശത്തെ മുൻപ് പ്രതിനിധീകരിച്ചിരുന്ന കോർപ്പറേഷൻ കൗൺസിലർ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീമതി ലൈലാകുമാരി, അതുപോലെ ഈ സ്കൂളിലെ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ്, ടീച്ചിങ് ഫാക്കൽറ്റി, പ്രിയമുള്ള വിദ്യാർത്ഥിനി സുഹൃത്തുക്കൾ, അവരുടെ രക്ഷകർത്താക്കൾ, മറ്റു ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, 11 മണിക്കാണ് ഈ ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നത്.
ഈ 11 മണിക്ക് കൃത്യമായി പങ്കെടുക്കാമെന്നാണ് ലൈലാകുമാരിയോടും സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ അധികൃതരോടും ഞാൻ സൂചിപ്പിച്ചിരുന്നത്. നിർഭാഗ്യവശാൽ എൻ്റെ പാർട്ടിയുടെ വളരെ ഉത്തരവാദപ്പെട്ട 2 നേതാക്കളുടെ അത്യാഹിതം മൂലമുണ്ടായ മരണത്തിൽ സംബന്ധിക്കാൻ ചവറയിൽ പോകേണ്ടി വന്നതുകൊണ്ട് പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞു 10 മണിയോടുകൂടി 11 മണിക്ക് തന്നെ ആരംഭിച്ച് മറ്റുള്ളവർ പ്രസംഗിച്ച് 12 മണിയോടുകൂടി എത്തിച്ചേരുമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഏതായാലും വൈകിയതിൽ സംഘാടകർക്കും വിശിഷ്ടാതിഥികൾക്കും അതുപോലെ സദസ്യരായിട്ടുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായ അസൗകര്യത്തിൽ ഞാൻ ആദ്യമായി ക്ഷമ ചോദിക്കുകയാണ്, ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ പള്ളിക്കൂടത്തിൽ വരുന്നത്, ഈ സ്കൂളിൽ വരുന്നത്. ലത്തീഫ BV മെമ്മോറിയൽ CBSE സെൻട്രൽ സ്കൂൾ LKG ക്ലാസ് മുതൽ ഇപ്പോൾ 7ാം ക്ലാസ് വരെ അധ്യയനം നടക്കുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. വളരെ സതുദ്ദേശപരമായ സമീപനത്തോടുകൂടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു എഡ്യൂക്കേഷണൽ സൊസൈറ്റി. ആ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പള്ളിക്കൂടം കഴിഞ്ഞ കുറേ വർഷമായി വളരെ ഫലപ്രദമായി ഈ പ്രദേശത്ത് പ്രവർത്തിച്ചു പോരുന്നത്. ഈ വിദ്യാഭ്യാസ സ്ഥാപനം രൂപീകരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ഉൾപ്പെടെ സ്കൂൾ അധികൃതർ ഉൾപ്പെടെയുള്ളവർ നിങ്ങളുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, ഈ സമ്മേളനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ കുട്ടികളോടൊപ്പം കുട്ടികളുടെ ഉമ്മമാരും ഈ യോഗത്തിൽ ആ എണ്ണം കൃത്യതയോടുകൂടി പങ്കെടുത്തിട്ടുണ്ട്. സമ്മേളനം സത്യത്തിൽ ബഹുമാനപ്പെട്ട കടക്കൽ ഉസ്താദിനെയും പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായിട്ടുള്ള എന്നെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ പോലും സംഘാടകർ ലക്ഷ്യം വെക്കുന്നത് രക്ഷകർത്താക്കളെയും കുഞ്ഞുങ്ങളെയും ഒരുമിച്ചിരുത്തി സമകാലികമായിട്ടുള്ള സാമൂഹ്യ പ്രശ്നങ്ങളെ സംബന്ധിച്ചും വിദ്യാഭ്യാസ വിഷയങ്ങളെ സംബന്ധിച്ചും ഒരു ചർച്ച കൂടി ഉണ്ടായി രക്ഷകർത്താക്കളെ കൂടി കൂടുതൽ വിദ്യാഭ്യാസ പ്രക്രിയയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് ഈ സമ്മേളനം കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ വരാൻ വൈകിയതുകൊണ്ട് കടക്കൽ ഉസ്താദ് വളരെ ദീർഘമായി വിശദമായി നിങ്ങളോട് സംസാരിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ സ്കൂളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇസ്ലാമിക ധാർമ്മികതയെ പിൻപറ്റി പ്രവർത്തിക്കുന്ന ഒരു പള്ളിക്കൂടമാണ്. എന്താണ് ഇസ്ലാമിക ധാർമ്മികത, ഇസ്ലാമിക മൊറാലിറ്റി? ആ ഇസ്ലാമിക ധാർമ്മികത എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇസ്ലാമിക ജീവിതചര്യയെ പിൻപറ്റി ജീവിക്കുമ്പോൾ അത് വ്യക്തമായ ഒരു ധർമ്മമീമാംസ അല്ലെങ്കിൽ ഒരു ധർമാധിഷ്ഠിതമായിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധ ഇസ്ലാം. അതാണ് ദീനീ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നതും അതിനെ തന്നെയാണ്. ദീനീ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വാസ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ സർവചരാചരങ്ങളുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടാവായ ഏക ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ഇസ്ലാമിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിക്കുന്ന, വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം. അപ്പം ഈ പ്രപഞ്ചങ്ങളുടെയും സർവചരാചരങ്ങളുടെയും സൃഷ്ടാവായിട്ടുള്ള ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ആ വിശ്വാസത്തിൻ്റെ അവസാന പ്രചാരകനായിരുന്ന പ്രവാചകനായ മുഹമ്മദ് നബി മുസ്തഫ തിരുമേനിയെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക ദൈവികമായ പ്രബോധനത്തിൻ്റെ അവസാന പ്രവാചകനായിരുന്നു മുഹമ്മദ് നബി തിരുമേനി. അപ്പോൾ ആ പ്രവാചകന്റെ ജീവിതചര്യ ഇസ്ലാമിക ജീവിതചര്യയാണ്. അപ്പോൾ പ്രവാചക ജീവിതചര്യ എന്ന് പറയുന്നത് പ്രവാചകൻ തൻ്റെ ചുരുങ്ങിയ പ്രവാചകത്വ കാലഘട്ടത്തിലൂടെ എങ്ങനെയാണ് ധാർമ്മിക ജീവിതം നയിക്കേണ്ടത്. മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന് വിധേയപ്പെട്ടവൻ, ദൈവത്തെ അനുസരിക്കുന്നവൻ, ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുന്നവൻ ആരോ അവൻ മുസ്ലിമാണ്, ഇസ്ലാമാണ്, സത്യവിശ്വാസിയാണ്.
അപ്പോൾ ദൈവത്തിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവം പ്രതിനിധീകരിക്കുന്നത് സത്യത്തെയും ന്യായത്തെയും നീതിയെയും ധർമ്മത്തെയും മൂല്യങ്ങളെയുമാണ്. മൂല്യാധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കാനാണ് പ്രവാചകനെ നിയോഗിച്ചത്. അത് മുഹമ്മദ് നബി തിരുമേനി അവസാന പ്രചാരകനായിരുന്നെങ്കിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ, 1,00,000-ലധികം പ്രവാചകന്മാർ ഈ ഭൂമിയിൽ വന്നു പോയിട്ടുണ്ട്. കാലാകാലങ്ങളിൽ അവരെല്ലാം പറഞ്ഞിട്ടുള്ള ഉദ്ബോധനം, അവരെല്ലാം നൽകിയിട്ടുള്ള സന്ദേശം ധാർമ്മികതയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതാണ്. ഇതുതന്നെയാണ് എല്ലാ വിശ്വാസങ്ങളും. ഭഗവത്ഗീതയിൽ പറയുന്നത്, ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നത്, എപ്പോഴെല്ലാം ധർമ്മത്തിന് ഹാനി സംഭവിക്കുകയും അല്ലെങ്കിൽ ധർമ്മത്തിന് അപകർഷം സംഭവിക്കുകയും അധർമ്മത്തിന് എപ്പോഴെല്ലാം ഉത്കർഷം സംഭവിക്കുകയും ചെയ്യുന്നുവോ അപ്പോഴെല്ലാം അധർമ്മത്തെ നിഗ്രഹിച്ച് ധർമ്മ സംസ്ഥാപനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം വിവിധ രൂപത്തിലുള്ള അവതാരങ്ങളായി ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. വ്യത്യാസമുണ്ട്, ഘടനാപരമായ വ്യത്യാസം വിശ്വാസങ്ങളിലുണ്ടെങ്കിൽ പോലും മൗലികമായ തത്വം ഒന്ന് തന്നെയാണ്. ധർമ്മം നിലനിന്നാലേ, മൂല്യങ്ങൾ നിലനിന്നാലേ ഈ പ്രപഞ്ചത്തിന് നിലനിൽക്കാൻ കഴിയും. അധാർമികത കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിലാണ് പ്രവാചകൻ തൻ്റെ പ്രവാചകത്വ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും അപരിഷ്കൃതമായിട്ടുള്ളൊരു കാലഘട്ടത്തെയാണ്, അന്ധകാര നിബിഡമായിട്ടുള്ള ഒരു കാലഘട്ടത്തെയാണ് പ്രവാചകത്വ പ്രവർത്തനങ്ങളിലൂടെ പ്രകാശപൂരിതമായിട്ടുള്ള പുതിയ യുഗമായി, കൺവേർഷൻ ഓഫ് ഡാർക്ക് ഏജ് ഇൻടു എ ന്യൂ ഏജ്, ഒരു പുതിയ യുഗത്തിലേക്ക്, അന്ധകാര നിബിഡമായിട്ടുള്ള കറുത്ത യുഗത്തെ ഒരു പ്രകാശപൂരിതമായിട്ടുള്ള പുതിയ യുഗമായി പരിവർത്തനം ചെയ്തു എന്നുള്ളതാണ് പ്രവാചകൻ നടത്തിയ ഏറ്റവും വലിയ ദൗത്യം. ഞാൻ ഇത്രയും പറഞ്ഞത് ഇസ്ലാമിക ജീവിതചര്യയെ സംബന്ധിച്ചും ഇസ്ലാമിക ദർശനത്തെ സംബന്ധിച്ചും അറിയാത്തവരല്ല നിങ്ങൾക്ക് നല്ലതുപോലെ അറിയുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ആ ഇസ്ലാമിക ജീവിതചര്യയെ പിൻപറ്റി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ ആ ധാർമ്മിക ബോധം രൂപപ്പെടേണ്ടത് സ്കൂളുകളിലാണ്, ക്യാമ്പസുകളിലാണ്. വളർന്നു വരുന്ന പുതിയ തലമുറയിലാണ് ഞാൻ പറഞ്ഞ അപകർഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, മൂല്യത്തകർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മൂല്യത്തകർച്ചയാണ് ഇന്ന് സിനിമാ ലോകത്ത് നിങ്ങൾ കാണുന്ന സംഭവവികാസങ്ങളൊക്കെ പരിശോധിച്ചാൽ എന്തൊരു പ്രാകൃതമാണ്. ഒരു വിനോദത്തെ, കലാപരമായിട്ടുള്ള ഒരു വിനോദം, അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഭവങ്ങളുടെ ചുരുളഴിയുമ്പോൾ പ്രാകൃത യുഗത്തിലാണോ നാം ജീവിക്കുന്നത് എന്ന് സംശയിക്കുകയല്ലേ? ഇതല്ലേ പ്രവാചകത്വത്തിന് തുടക്കം കുറിച്ച കാലഘട്ടത്തിൽ പെൺകുഞ്ഞുങ്ങളാണ് ജനിക്കുന്നതെങ്കിൽ ചുട്ടുപൊള്ളുന്ന മണലിൽ കുഴിച്ചു മൂടുന്ന പ്രാകൃതമായിട്ടുള്ള അവസ്ഥ, ജീവനോടെ കുഴിച്ചു മൂടും. അമ്മയെന്നോ സഹോദരിയെന്നോ ഭാര്യയെന്നോ ഉള്ള വ്യത്യാസം കൂടാതെ പ്രാകൃതമായിട്ടുള്ള ലൈംഗിക വേഴ്ചകൾ നടക്കുന്ന കാലഘട്ടം. മദ്യപാനവും ചൂതുകളിയും ദിനചര്യയായി മാറ്റിയിരുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തെയാണ് ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് അല്ലെങ്കിൽ ഇരുണ്ട യുഗം എന്ന് വിശേഷിപ്പിച്ചത്. ആ ഇരുണ്ട യുഗത്തിലാണ് പ്രവാചകൻ അവതരിച്ചത്. പ്രവാചകത്വ പ്രവർത്തനത്തിന് ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രീയേൽ എന്ന ദൈവിക ദൂതനിൽ നിന്ന് ആദ്യമായി അറിയുക, ആ അറിവിൻ്റെ പ്രകാശം ലോകത്തിന് പ്രദാനം ചെയ്യുക എന്ന ചരിത്രപരമായ സന്ദേശം നൽകിക്കൊണ്ട് പ്രവാചകത്വ പ്രവർത്തനത്തിന് പ്രവാചകൻ തുടക്കം കുറിച്ചത്. അപ്പൊ ഇപ്പോ ആ പരിഷ്കൃത യുഗമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസത്തിന് സംഭവിച്ചിട്ടുള്ള ദൗർബല്യം കൊണ്ടുകൂടിയല്ലേ ഈ പ്രാകൃതമായ അവസ്ഥയിലേക്ക് നാം തിരിച്ചു പോകുന്നത്? അപ്പൊ ഈ പ്രാകൃതമായി നമ്മുടെ മലയാളത്തിൻ്റെ, കേരളക്കരയുടെ സംസ്കാരം പോലും മലിനവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് ലോകത്തിന് മുന്നിൽ പോലും കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകം ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ, ടെലിവിഷനിലൂടെ, അച്ചടി മാധ്യമങ്ങളിലൂടെ ഞാനും നിങ്ങളും കേൾക്കുന്ന വാർത്തകൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉൾക്കൊള്ളാൻ, അവർക്ക് മാതൃകയാകാൻ കഴിയുന്നതാണോ? ലൈംഗിക വൈകൃതങ്ങളുടെ സംസ്കാരത്തിൻ്റെ നാടായി കേരളം മാറി എന്ന് ലോകത്തിന് മുന്നിൽ ബ്രാൻഡ് ചെയ്യപ്പെടുകയാണ്.
എന്തൊരു അപജയമാണ് നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അപജയത്തിന് ആധാരമായിട്ടുള്ള കാരണം ശരിയായ ബോധവൽക്കരണത്തിൻ്റെ അഭാവമാണ്. കേവലമായ ബോധവൽക്കരണത്തിലൂടെ മാത്രം കഴിയില്ല. ആ ബോധവൽക്കരണ പ്രക്രിയയ്ക്ക് ഒരു വിശ്വാസത്തിൻ്റെ പിൻബലം കൂടി ഉണ്ടായാൽ ഉറപ്പായിട്ടും തെറ്റിൽ നിന്നും അധർമ്മത്തിൽ നിന്നും നമ്മുടെ തലമുറയെ പിന്തിരിപ്പിക്കാൻ കഴിയും. അതാണ് വിശ്വാസത്തിൻ്റെ കരുത്ത്, അതാണ് വിശ്വാസത്തിൻ്റെ ശക്തി. അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് ലത്തീഫ ബീവി മെമ്മോറിയൽ CBSE സെൻട്രൽ സ്കൂൾ ഫോർ ഗേൾസ് എന്ന പേരിൽ ഈ പള്ളിക്കൂടം ആരംഭിച്ചിട്ടുള്ളത്. ആ വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ കൂടിയാണ്. അപ്പോൾ വിശ്വാസപരമായ അടിത്തറയിൽ ഉണ്ടാകുന്ന വിവേകം, വിദ്യാഭ്യാസം, അറിവ്, അത് നമ്മളെ സമൂഹത്തിൽ കൂടുതൽ ശക്തമാക്കി മാറ്റി തീർക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇവിടെ ബഹുമാനപ്പെട്ട കടക്കൽ ഉസ്താദ് ഞങ്ങളൊക്കെ ആദരിക്കുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം, ഇവിടെ ഉമ്മമാരും നമ്മുടെ കൊച്ചു മക്കളുമൊക്കെ ഉണ്ടല്ലോ. ഒരു കാലഘട്ടത്തിൽ ഈ മഹത്തരമായിട്ടുള്ള ഇസ്ലാമിക ദർശനത്തെ പല രൂപത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടു എന്നുള്ളതൊരു വസ്തുതയാണ്. പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് നിഷിദ്ധമാണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ പോലും ഉണ്ടായി. പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യുന്നത് ഹറാമാണ് എന്ന നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ പോലും ഉണ്ടായി. പ്രവാചകത്വത്തിൻ്റെ തുടക്കം കുറിച്ചത് തന്നെ അറിവിൻ്റെ ശക്തി, കല്ലും നെല്ലും വിവേചിച്ചറിയാനുള്ള വിവേകാധിഷ്ഠിതമായിട്ടുള്ള വിജ്ഞാനം, അത് മനുഷ്യനുണ്ടാകണം. അതിലൂടെയാണ് മനുഷ്യനെ ഈ അസാൻമാർഗികതയിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുന്നത് എന്ന നിലയിൽ ആരംഭിച്ചതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അറിവാണ്, നോളജ്. അതാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഞാൻ എല്ലാ യോഗങ്ങളിലും പള്ളിക്കൂടങ്ങളിലെ യോഗങ്ങളിലും പറയാറുള്ള ഉദാഹരണം, 5 വർഷം രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം രാഷ്ട്രപതി പദവി ഒഴിഞ്ഞതിന് ശേഷം സിക്കിം സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുമ്പോൾ അവിടെയാണ് അദ്ദേഹം കുഴഞ്ഞു വീണ് മരിക്കുന്നത്. ഇതുപോലെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ കൊളാപ്സ് ചെയ്യുക. ആ APJ അബ്ദുൽ കലാം മരിക്കുന്നതിന് മുമ്പും അതുപോലെ രാഷ്ട്രപതി ആയിരുന്നപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ സ്കൂൾ കുട്ടികളുമായി നിരന്തരം ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു, ആശയവിനിമയം നടത്തുമായിരുന്നു. ഡോക്ടർ APJ അബ്ദുൽ കലാം പറഞ്ഞ വാക്ക്, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരുടെ ഉമ്മമാർ, അമ്മമാർ, നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടോ എഴുതി വെച്ചോ, ലോകത്തെ ഏറ്റവും വലിയ അധികാരമെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് ഞാൻ പറയുന്നു, നോളജ് ഈസ് പവർ. അറിവാണ് അധികാരം, അറിവാണ് ശക്തി, അറിവാണ് കരുത്ത്. ഇതാര് പറഞ്ഞു? ഞാൻ പറയുന്നു, പ്രവാചകൻ തൻ്റെ 23-ാമത്തെ വയസ്സിൽ, അല്ലേ 23-ാമത്തെ വയസ്സിൽ ആദ്യമായി ഹിറാ ഗുഹയിൽ വെച്ച് ജിബ്രിയേൽ എന്ന 40-ാമത്തെ വയസ്സിൽ 23 വർഷക്കാലത്തെ പ്രവാചകത്വ പ്രവർത്തനമായിരുന്നു പ്രവാചകൻ ചെയ്തത്. 40-ാമത്തെ വയസ്സിൽ ഹിറാ ഗുഹയിൽ വെച്ച് ലഭിച്ച സന്ദേശമാണ് നോളജ് ഈസ് പവർ. അറിവുള്ളവനാണ് അധികാരി, അറിവുള്ളവനാണ് ശക്തൻ. ആ അറിവിൻ്റെ അഭാവമാണ് ഈ അപകർഷതയ്ക്ക് ആധാരമായിട്ടുള്ള കാരണം. ആ അറിവ്, ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഒരു വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാകുമ്പോൾ ആ അറിവിൻ്റെ ശക്തി കൂടുതൽ കരുത്തുള്ളതായി തീരും. അതിന് നിങ്ങളെ പ്രാപ്തമാക്കുക എന്ന സതുദ്ദേശത്തോടു കൂടിയാണ് സത്യത്തിൽ ഈ ലത്തീഫ ബീവി മെമ്മോറിയൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ സെൻട്രൽ സ്കൂൾ ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഈ സെൻട്രൽ സ്കൂൾ ആരംഭിച്ച് പ്രവർത്തിക്കുന്നത്. ആ അറിവ് ആർജിക്കാൻ നമുക്ക് കഴിയണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം APJ അബ്ദുൽ കലാം അത് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? രാഷ്ട്രപതി പദവിയല്ല, പ്രധാനമന്ത്രിയല്ല, പാർലമെന്റ് അംഗവും നിയമസഭാംഗവും പഞ്ചായത്ത് പ്രസിഡന്റും കോർപ്പറേഷൻ മേയറുമല്ല. അധികാരി അറിവുള്ളവനാണ്. അവൻ്റെ മുമ്പിൽ സർവ്വതും നിഷ്പ്രഭമായി മാറിത്തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട്, അവരെ വളർത്തുന്നതിന് സമർപ്പിത ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ട രക്ഷകർത്താക്കളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വിദ്യാഭ്യാസം, നമ്മുടെ കുഞ്ഞുങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്ന, പരമാവധി വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്ന ദൗത്യമാണ്
വിശ്വാസപരമായി തന്നെ നമ്മൾ നിർവഹിക്കേണ്ടത്. ഞാൻ പറഞ്ഞു തന്നത്, ഒരു കാലഘട്ടത്തിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം നിഷേധിക്കപ്പെട്ടത് പല കാരണങ്ങളാൽ. അതിന് പല കാരണങ്ങളുണ്ട്. പക്ഷേ ഇന്ന് നിങ്ങളറിയാം, റിസൾട്ട് വരുമ്പോൾ മിക്കവാറും SSLC പരീക്ഷ, +2 പരീക്ഷ, മെഡിക്കൽ എൻട്രൻസ്, എൻജിനീയറിംഗ്, ഈവൻ സിവിൽ സർവീസ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസിൽ പോലും തിളക്കമുള്ള വർണ്ണത്തോടുകൂടി നമ്മുടെ കുട്ടികൾ, പെൺകുട്ടികൾ വിജയിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അവരുടെ ഇൻ്റലിജൻസ്, അവരുടെ ബൗദ്ധിക ശേഷി, അത് രാജ്യത്തിനും സമുദായത്തിനും സമൂഹത്തിനും പ്രദാനം ചെയ്യാൻ കഴിയുന്ന കർമ്മശേഷി, അതായിരുന്നു നമുക്ക് നഷ്ടപ്പെട്ടിരുന്നത്. ഇന്ന് അതുകൊണ്ട് തന്നെ സാമൂഹ്യ നീതി ആർജിക്കാൻ കഴിയുന്ന നിലയിലേക്ക് മുസ്ലിം സമുദായം പുരോഗമിച്ച് മുന്നോട്ട് വരുന്നു, കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് വരുന്നു. അപ്പോൾ അതിന് വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും വിശ്വാസത്തിലേക്ക് തിരിച്ചു പോകുന്നു. ആ വിശ്വാസം പ്രവാചകൻ പറഞ്ഞത് എങ്ങനെയുള്ള അറിവാണ്? നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിൻ്റെ നാമധേയത്തിൽ നീ വായിക്കുക, നീ അറിയുക. എന്താണ് രക്ഷിതാവ് നിങ്ങൾക്ക് നൽകുന്ന ഉദ്ബോധനം, സന്ദേശം? നന്മയുടെ, ധർമ്മത്തിൻ്റെ, മൂല്യത്തിൻ്റെ, നീതിയുടെ സംസ്കാരം. അതായിരിക്കണം അറിവ്. അതിനാണ് നമ്മൾ പറയുന്ന വിവേകബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ കഴിയണം. അമ്മയെയും ഉമ്മയെയും സഹോദരിയെയും ഭാര്യയെയും വിവേചിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് വിവേകമുള്ളവൻ. അവർ തമ്മിലുള്ള വ്യത്യാസമില്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് വിവേകം? മൃഗത്തിന് തുല്യമല്ലേ? മനുഷ്യനും മൃഗവും തമ്മിൽ എന്ത് വ്യത്യാസം? അപ്പം അതുകൊണ്ട് തന്നെ ആ വിവേകാധിഷ്ഠിതമായിട്ടുള്ള വിജ്ഞാനം അതാർജിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ വിശ്വാസപരമായ പിൻബലത്തോടുകൂടി, മികവോടുകൂടി മുന്നോട്ട് പോകാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കാം. ഇന്ന് പലപ്പോഴും നമ്മുടെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പ്രശ്നം, എൻ്റെ മകൻ, എൻ്റെ മകൾ ഇന്നതാകണമെന്ന് കാലേ കൂട്ടി ഉമ്മമാരും വാപ്പമാരും അല്ലെങ്കിൽ അച്ഛനും അമ്മയും രക്ഷകർത്താക്കൾ അങ്ങ് തീരുമാനിക്കും. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് അവരുടെ കഴിവുകളെ വികസിപ്പിച്ചെടുക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ ദൗത്യം. ഏത് തൊഴിൽ, മെഡിസിൻ ആയിക്കൊള്ളട്ടെ, എൻജിനീയറിംഗ് ആയിക്കൊള്ളട്ടെ, സിവിൽ സർവീസ് ആയിക്കൊള്ളട്ടെ, ബാങ്കിങ് ജോലി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വ്യാപാരമായിക്കൊള്ളട്ടെ, വാണിജ്യ മേഖല ആയിക്കൊള്ളട്ടെ, ഏത് ജോലി, ബ്യൂട്ടീഷ്യനായി, ഏത് ജോലിക്കും അതിൻ്റേതായ മാന്യതയുണ്ട്. അതെങ്ങനെ നമ്മൾ നിർവഹിക്കുന്നു, നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിർഭാഗ്യവശാൽ ഇന്ന് രക്ഷകർത്തൃ സമൂഹത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു വലിയ കൺസെപ്റ്റ്, മെഡിസിൻ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ്, അതിനുവേണ്ടി ചെലവഴിക്കുന്ന പണം, കുട്ടികളുടെ അഭിരുചി, അവർക്ക് അതിനാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് തന്നെ എത്ര പണം ചെലവഴിച്ചാലും അതിനുവേണ്ടി തന്നെ അവരെ നിയോഗിക്കണം, അതിനുവേണ്ടി അവരെ പരിശീലിപ്പിക്കണം, ഒരു തർക്കവും വേണ്ട. പക്ഷേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർട്സ് സബ്ജക്റ്റ് എടുത്ത് എക്കണോമിക്സ് എടുക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ പൊളിറ്റിക്സ് എടുക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ സയൻസ് എടുക്കാനാണ് താല്പര്യം, അല്ലെങ്കിൽ കോളേജ് പ്രൊഫസറാകാനാണ് താല്പര്യം, അഭിരുചി ടീച്ചിങ് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിയാണ്, അതുപോലെ ബിസിനസ് ചെയ്യാനാണ്, ഓൺട്രപ്രണർഷിപ്പ് ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ, ഇപ്പം നിങ്ങൾക്കറിയാം യൂസഫ് അലി, ബഹുമാനപ്പെട്ട യൂസഫ് അലി സാഹിബ്, രവി പിള്ള, അവരൊക്കെ സാമാന്യ വിദ്യാഭ്യാസം മാത്രമുള്ളവരാണ്. പക്ഷെ അവർക്കൊരു ഓൺട്രപ്രണർഷിപ്പിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ട്, അഭിരുചിയുണ്ട്. ആ അഭിരുചിയാണ് അവരെയൊക്കെ ഈ തലത്തിലേക്ക് വളർത്തിയത്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ആയിക്കൂടാ ഭാവിയിൽ? അപ്പം നിർഭാഗ്യവശാൽ കുഞ്ഞുങ്ങളുടെ അഭിരുചി എന്തെന്ന് കണ്ടെത്തി അതിനനുസരിച്ച് അവരെ വളർത്തി വലുതാക്കിയാൽ അവർ നിങ്ങളെ ബഹുമാനിക്കും, നിങ്ങളെ ആദരിക്കും, ഒരിക്കലും നിങ്ങളെ അവർ വിസ്മരിക്കില്ല. പക്ഷെ അവരുടെ ഇച്ഛയ്ക്കും അവരുടെ താല്പര്യത്തിനും വിരുദ്ധമായി അവരെ ഏതെങ്കിലും തരത്തിൽ അടിച്ചേൽപ്പിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവരെന്നും നിങ്ങളോടൊരു അതൃപ്തി അവർ പ്രകടിപ്പിക്കും. എൻ്റെ ആഗ്രഹം, എൻ്റെ ഇച്ഛ, അതാണല്ലോ. ഓരോ വ്യക്തിക്കും ഓരോ ടേസ്റ്റ് ഉണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു പൂന്തോട്ടത്തിലെ വൈവിധ്യമാർന്ന പുഷ്പങ്ങളെ പോലെയാണ്. വ്യത്യസ്ത നിറവും മണവും ഗുണവുമുള്ളവരാണ്. അതുപോലെ നമ്മളെയൊക്കെ സൃഷ്ടിക്കപ്പെടും. എല്ലാവരും ഡോക്ടേഴ്സ് ആയാൽ ആര് രാജ്യം ഭരിക്കും? രാഷ്ട്രീയം എല്ലാവർക്കും അന്യമായി കഴിഞ്ഞ് രാഷ്ട്രീയം മലീമസമാണ്.
ആരും നല്ല മികവും കഴിവുമുള്ളവർ രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണം നിയന്ത്രിക്കുന്നത് ഈ ഒരു മൂല്യവുമില്ലാത്ത അനഭിലഷണീയമായിട്ടുള്ള പ്രവണതകളുള്ളവരായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ തൊഴിലും പ്രധാനപ്പെട്ടത്. എങ്ങനെ നിങ്ങളിൽ അർപ്പിതമായ ജോലി, നിങ്ങളിൽ അർപ്പിതമായിട്ടുള്ള ചുമതല എത്ര കൃത്യതയോടും എത്ര എഫിഷ്യൻസിയോടുകൂടി മികവോടുകൂടി ചെയ്യുന്നു എന്നതാണ് ഒരു വ്യക്തിയുടെ കഴിവ്. അതാണ് പേഴ്സണാലിറ്റി. അല്ലാതെ ഡോക്ടർ ആയതുകൊണ്ട് IAS ഉണ്ടായതുകൊണ്ട് അവർക്കൊരു പ്രത്യേക പേഴ്സണാലിറ്റി ഇല്ല. ഇപ്പോൾ വ്യാപാര രംഗത്ത് അതാണ് ഞാൻ 2-3 ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചത്. അതുപോലെ ഓരോ മേഖലയിലും അധ്യാപകനാകാൻ ഒരാൾക്ക് സംതൃപ്തി അധ്യാപകനാകാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തിന് വിഘാതം നിൽക്കണം? ഞാൻ എൻ്റെ തന്നെ ഉദാഹരണം പറയാം. എൻ്റെ മകൻ പല രാജ്യങ്ങളിലും പോയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിലേക്ക് അവസാനം ഇവിടെ വന്നു TKM കോളേജിൽ, എഞ്ചിനീയറിംഗ് കോളേജിൽ ഗസ്റ്റ് ലെക്ചറായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുക. പോയി കുറേ കഴിഞ്ഞപ്പോൾ തന്നെ അവന് തന്നെ താല്പര്യം, ഇനി എങ്ങും പോകണ്ട, എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ മതി. സത്യത്തിൽ എൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ മറ്റ് ആഗ്രഹമൊക്കെ വ്യത്യസ്തമായിരിക്കാം. പക്ഷേ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ, ഞാൻ 7ാം ക്ലാസ്സിലുള്ള കുട്ടികളുടെ കാര്യമല്ല പറയുന്നത്, വളർന്നു വരുന്ന പ്രായവും പക്വതയുമായിട്ടുള്ള കുട്ടികൾ അവരുടെ അഭിരുചി എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അവർക്ക് ആത്മാർത്ഥമായി അതിൽ അഭിരുചി ഉണ്ടെങ്കിൽ ആ വഴിയിൽ അവരെ പ്രോത്സാഹിപ്പിച്ചാൽ അവർ ആ തലത്തിൽ നല്ല മികവും കഴിവുമുള്ള മിടുക്കരായി മാറിത്തീരും. അതിലൂടെയായിരിക്കും നമ്മുടെ സംതൃപ്തിയും നമ്മുടെ സ്റ്റാറ്റസും ഉയരുന്നത്. അതുകൊണ്ട് തീർച്ചയായും കുട്ടികളുടെ സ്വഭാവ രൂപീകരണ പ്രക്രിയയിലും കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഭാവി നിശ്ചയിക്കുന്നതിലും കുട്ടികളെക്കാൾ കൂടുതൽ പങ്ക്, കുട്ടികളെക്കാൾ കൂടുതൽ ജാഗ്രത ഉണ്ടാകേണ്ടത് രക്ഷകർത്താക്കൾക്കാണ്. പ്രത്യേകിച്ചും രക്ഷകർത്താക്കളിൽ തന്നെ അച്ഛനേക്കാൾ കൂടുതലും അമ്മയ്ക്കാണ്, വാപ്പയേക്കാൾ ഉമ്മയ്ക്കാണ്. കാരണം ഈ 7ാം ക്ലാസ് വരെ പഠിക്കുന്ന, അല്ലെങ്കിൽ പള്ളിക്കൂടത്തിൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന, പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ വികാര വിചാരങ്ങൾ തൊട്ടറിയാൻ കഴിയുന്നത്, അവരുടെ സ്പന്ദനങ്ങളിലൂടെ അവരുടെ വികാരം എന്തെന്നറിയാൻ കഴിയുന്നത് 10 മാസം നൊന്ത് പ്രസവിച്ച ഉമ്മമാർക്കാണ്. അവർക്കറിയാം കുഞ്ഞിൻ്റെ വികാരം. അച്ഛൻ എത്ര വിചാരിച്ചാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തിൽ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസപരമായ ഭാവി രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നത് രക്ഷകർത്തൃ സമൂഹമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷകർത്തൃ സമൂഹവും ഈ കാലഘട്ടത്തിൽ നല്ലതുപോലെ ഇത്തരം കാര്യങ്ങളിൽ ബോധവൽക്കരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇത്തരത്തിൽ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് കുട്ടികളുടെയും ഉമ്മമാരുടെയും സംയുക്തമായ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഞങ്ങളെ 2 പേരെയും ആദരിക്കാനെന്ന പേരിൽ നല്ലൊരു അക്കാദമിക് സെഷൻ അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഈ യോഗം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരുടെ രക്ഷിതാക്കൾ, അവരോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത്, വിദ്യാഭ്യാസം അമൂല്യവും അനശ്വരവുമായിട്ടുള്ള ആസ്തിയാണ്. ഒരിക്കലും നശിക്കാത്ത, മൂല്യം എത്രയുണ്ട് എന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഏറ്റവും വലിയ ക്യാപിറ്റലാണ്, അനശ്വരമായിട്ടുള്ള മൂലധനമാണ് വിദ്യാഭ്യാസം. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനാണ് ശ്രീനാരായണ ഗുരുദേവൻ ആഹ്വാനം ചെയ്തത്. അതുതന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ളതും അതുതന്നെയാണ്. നീ ചീനയിൽ പോയിട്ടാണെങ്കിലും വിദ്യ അഭ്യസിക്കണമെന്നാണ് പ്രവാചകൻ പറഞ്ഞത്, ലോകത്തോട് പറഞ്ഞത്. അതുപോലെ പ്രവാചകൻ യുദ്ധത്തടവുകാരായി പിടിക്കപ്പെട്ട തടവുകാർക്ക്, മോചനമൂല്യം കെട്ടിവെക്കാൻ നിവൃത്തിയില്ലാത്ത തടവുകാർക്ക് കൊടുത്ത ശിക്ഷ എന്താണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. മദീന പട്ടണത്തിലെ 10 കുട്ടികളെ വെച്ച് എഴുത്തും വായനയും പഠിപ്പിക്കണമെന്നാണ് പ്രവാചകൻ തടവുകാർക്ക് കൊടുത്ത ശിക്ഷ. അങ്ങനെ 10 കുട്ടികളെ വെച്ച് എഴുത്തും വായനയും പഠിപ്പിച്ചാൽ തടവുകാരെ വിമോചന മൂല്യം വാങ്ങാതെ മോചിപ്പിക്കും. ഇതായിരുന്നു പ്രവാചകൻ മദീന രാഷ്ട്രത്തിൽ കൊടുത്ത ശിക്ഷ. തൻ്റെ പ്രിയപ്പെട്ട മകളുടെ പ്രതിശ്രുത വരൻ ആരെന്ന് കണ്ടെത്താൻ പ്രവാചകൻ കണ്ടെത്തിയ മാനദണ്ഡം എത്ര മൂലധന ശേഷിയുണ്ട്, സമ്പത്തുണ്ട് എന്നുള്ളതായിരുന്നില്ല. പ്രവാചകന്റെ മകളെ നിക്കാഹ് കഴിച്ചയക്കാൻ പ്രവാചകൻ മുന്നോട്ട് വെച്ച മാനദണ്ഡം, മാർഗദർശനം മറ്റൊന്നുമായിരുന്നില്ല, വിദ്യാഭ്യാസവും സംസ്കാര സമ്പന്നനുമായിട്ടുള്ള ഒരു യുവാവ്. അതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ ഈ അമിതമായ ആവേശവും
അമിതമായ ആർത്തിയും സമ്പത്തിനോടും സുഖലോലുപതയോടും ആർഭാട ജീവിതത്തോടുമുള്ള നമ്മുടെ ഭ്രമം, അതാണ് സാംസ്കാരിക ജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിലെ അപജയത്തിന് ആധാരമായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. അതിനെ അതിജീവിച്ച് മാനസികമായ ഇച്ഛാശക്തിയോടുകൂടി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെറ്റിൽ നിന്നും തിന്മയിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്ന ഡിറ്ററൻ ഫോഴ്സാണ് ദൈവിക വിശ്വാസം. അതായത് നിങ്ങൾ തെറ്റ് ചെയ്താൽ, നിങ്ങൾ മദ്യപിച്ചാൽ, അല്ലെങ്കിൽ അതുപോലെയുള്ള സാംസ്കാരിക രഹിതമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്താൽ നിങ്ങൾക്ക് തക്കതായ ശിക്ഷ കിട്ടും എന്ന ദൈവിക ഭയമാണ് തെറ്റിൽ നിന്നും തിന്മയിൽ നിന്നും നിങ്ങളെ പിന്തിരിപ്പിക്കുന്നത്. അപ്പോൾ ദൈവികത, ഡിവൈൻ ഫോഴ്സ്, ദൈവിക ശക്തി എന്ന് പറഞ്ഞാൽ അതൊരു ഡിറ്ററൻ ഫോഴ്സാണ്. തെറ്റിൽ നിന്നും തിന്മയിൽ നിന്നും അധർമ്മത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിക്കുന്നു. ആ ഒരു വിശ്വാസത്തിൻ്റെ പിൻബലത്തിൽ അറിവാർജിച്ച് ആ വിശ്വാസ അടിത്തറയോടുകൂടി അറിവും മികവുമുള്ളവരായി മാറി തീർന്നാൽ ആരുടെയും ശുപാർശ വേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സമൂഹത്തിലെ മികവുറ്റ പദവികൾ അവരെ തേടിയെത്തും. അതിനായി നമുക്ക് സൗകര്യങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഒരുക്കി കൊടുക്കുക. കുഞ്ഞുങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ സൗകര്യങ്ങളെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തി നല്ലതുപോലെ പഠിക്കുകയും പരിശീലിക്കുകയും ചിന്തിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഉന്നതമായ പദവികൾ നിങ്ങളെ തേടിയെത്തും. അതിനുള്ള അവസരം ഉണ്ടാക്കുന്നതിന് ലത്തീഫ ബി.വി. മെമ്മോറിയൽ CBSE സെൻട്രൽ സ്കൂൾ ഫോർ ഗേൾസ്, ഈ സ്കൂളിലെ കുട്ടികൾക്ക് അതിനാവശ്യമായിട്ടുള്ളതെല്ലാം ലഭിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ അവസരത്തിൽ ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, ഇന്ന് ഈ സമ്മേളനം ആദരിക്കുന്ന ബഹുമാനപ്പെട്ട കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി അവർകൾ, ഞങ്ങളൊക്കെ കടയ്ക്കൽ ഉസ്താദെന്ന് ആദരവോടുകൂടി അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം എത്രയോ കാലമായി ദീനീ സംബന്ധമായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും പ്രാവർത്തികമാക്കുന്നതിലും ദക്ഷിണ കേരളത്തിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെയും നേതൃത്വം കൊടുക്കുന്ന പണ്ഡിത ശ്രേഷ്ഠനായ വ്യക്തിത്വത്തിനുടമയാണ് ബഹുമാനപ്പെട്ട ജനാബ് കടയ്ക്കൽ ഉസ്താദ്, അല്ലെങ്കിൽ കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി അവർകൾ. ഞാൻ പറഞ്ഞല്ലോ, 3000-ലധികം മദ്രസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ആ കരങ്ങൾക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എത്ര പ്രകാശമാണ്, വെളിച്ചമാണ്, ദീനീ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചമാണ് ഈ നാടിന് പകർന്നു നൽകിയത്. ആ പകർന്നു നൽകിയ വന്ദ്യനായ ബഹുമാന്യനായിട്ടുള്ള കടയ്ക്കൽ അബ്ദുൽ അസീസ് മൗലവി, അദ്ദേഹത്തെയാണ് ഇന്ന് ഈ സമ്മേളനം ആദരിക്കുന്നത്. അദ്ദേഹത്തിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന് കൂടുതൽ ആയുർദൈർഘ്യം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല, നല്ല ആരോഗ്യത്തോടും ക്ഷേമത്തോടും കൂടിയിട്ടുള്ള ആയുർദൈർഘ്യം ലഭിക്കുമാറാകട്ടെ. അതുവഴി ലോകത്തിന് കൂടുതൽ പ്രകാശം പകരാൻ, ദീനി വിദ്യാഭ്യാസം നൽകാനുള്ള കഴിവും കരുത്തും തുടർന്നും അദ്ദേഹത്തിനുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് എല്ലാവിധമായിട്ടുള്ള നന്മകളും നേർന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ, നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ അവസരം ലഭിച്ചതിലുള്ള പ്രത്യേകമായ സന്തോഷം പ്രകടിപ്പിച്ച് എന്നെയും ബഹുമാനപ്പെട്ട ഉസ്താദിനോടൊപ്പം ആദരിക്കുന്നു എന്നറിഞ്ഞതിലുള്ള അതിയായ സന്തോഷം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വലിയ പ്രചരണമായിരുന്നു എനിക്കെതിരായി. ഞാനതൊന്നും ഒരു രാഷ്ട്രീയ വിഷയമായതുകൊണ്ട് ഈ സ്കൂൾ യോഗത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നൊക്കെ പറഞ്ഞൊരു വലിയ പ്രചരണമായിരുന്നു. ആ പ്രചരണത്തെയൊക്കെ അതിജീവിച്ചാണ് നല്ല പിന്തുണയും പ്രോത്സാഹനവും നൽകി 1,50,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ എന്നെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുത്തയച്ചത്. അതിലുള്ള നന്ദിയും കടപ്പാടും പ്രകടിപ്പിക്കേണ്ടത് വാക്കുകളിലൂടെയല്ല എന്നെനിക്ക് നല്ലതുപോലെ അറിയാം. 5 വർഷക്കാലത്തെ പ്രവൃത്തിയിലൂടെയാണ്. ഈ പാർലമെൻറ്റിൻ്റെ ആദ്യകാല സമ്മേളനത്തിൽ ചുരുങ്ങിയ 15 ദിവസം മാത്രത്തെ സമ്മേളനമായിരുന്നു. ആ സമ്മേളനത്തിൽ തന്നെ നിരവധി ജനകീയ പ്രശ്നങ്ങൾ, നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വികസനോന്മുഖമായിട്ടുള്ള വിഷയങ്ങൾ, വിവാദപരമായിട്ടുള്ള, ഉസ്താദിനൊക്കെ നല്ലതുപോലെ അറിയാം, ഒരു ബില്ല്, വഖഫ് ബില്ല് വന്നു, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതിലെല്ലാം സ്വീകരിച്ച നിലപാട് ഏതെങ്കിലും ഒരു സമൂഹത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയല്ല, ശരിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട്, മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ സംവിധാനം ഇന്ത്യയിൽ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന രാഷ്ട്രീയ വിശ്വാസത്തിൻ്റെ പിൻബലത്തിലാണ് അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്.
ആ നിലപാടുകളുമായി തുടർന്ന് മുന്നോട്ട് പോകും. നാടിൻ്റെ വികസനത്തിന് വേണ്ടി അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിക്കും. അതിനുള്ള പ്രചോദനം കൂടിയാണ് നിങ്ങൾ ഇന്ന് ഈ സ്കൂളിൽ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും അധ്യാപകരുടെയും മറ്റ് ബഹുജനങ്ങളുടെയും സാന്നിധ്യത്തിൽ നൽകുന്ന സ്നേഹനിർഭരമായ ആദരവ് എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ. നബിദിനം ഈ വരുന്ന 14, 15, 16 തീയതികൾ, 16-ലാണ് ഏതാണ്ട് ഓണവും ആ ദിവസമാണ്. അതും കേരളത്തിൻ്റെ സാമുദായിക സൗഹൃദത്തിൻ്റെ, മത സാഹോദര്യത്തിൻ്റെ, മതമൈത്രിയുടെ ഉത്കൃഷ്ടമായ ഉദാഹരണമാണ്. നബിദിനവും തിരുവോണവും ഇതൊക്കെ ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിയുന്ന, ഒരുമിച്ച് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം മലയാളക്കരയ്ക്കുണ്ട്. അതിന് പോറലേൽപ്പിക്കാൻ ആര് ശ്രമിച്ചാലും അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ കഴിയണം. മതമൈത്രി, സാമുദായിക സാഹോദര്യം ഈ നാടിൻ്റെ പൈതൃകമാണ്. ആ പൈതൃകത്തിന് ഉലച്ചൽ സംഭവിച്ചാൽ ഈ രാജ്യമില്ല, ഈ നാടില്ല. അതുകൊണ്ട് ആ ഒരു രാഷ്ട്രീയ സാമൂഹ്യ ബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി കൂടി കഴിയണമെന്ന് പ്രത്യേകമായി ഈ അവസരത്തിൽ പരാമർശിച്ചുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി, നബിദിനാശംസകൾ, ഓണാശംസകൾ എല്ലാം നേർന്ന് നന്ദി പ്രകടിപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Thank you, sir, for your valuable and inspiring words. Sir, we have a request to you. Some of us would like to ask you some questions. If it pleases you, we are ready to begin. Sir, what role do you think students and young people can play in shaping the future of the country? See, I have already spoken in Malayalam. That is, you are the builders of the nation. You are the future of the nation. So if the future of the nation, that is the young and adolescent section of the society, is empowered, then definitely the future of the nation will be prosperous and better. Suppose if the new generation is going in a destructive way, using drugs and what we have seen in the film world, and if you are going in such a direction, then the prosperous and the future of the nation will be very bad. It will be bad. So empower the school children, empower the student community. That is, APJ Abdul Kalam has said, more than 50% of the Indian population is either in the adolescent stage or in the young stage. If you are able to empower this section of the society, definitely the future of the nation, future of the country will be very prosperous and better prosperous. That should be the aim and the best goal of education. So that is actually we are practicing, but unfortunately it is not happening as we like. Thank you, sir. Sir, in your opinion, what are the most common pitfalls or mistakes in the field of education? In your opinion, what are the most common pitfalls or mistakes in the field of education? How they can be avoided? വിദ്യാഭ്യാസ രംഗത്ത് കാണപ്പെടുന്ന തെറ്റുകൾ എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത്? That I've already spoke, because education based on moral values. There is a morality. Nowadays the system of education is not for building or structuring the students with morality, but just for job and employment. You are learning, you are studying.
But instead of that, education should have a moral base. During our school days, in school classes, we had one period every week. In one period, there is a moral science class. So moral science or the morality should be, keep it in mind in building or shaping the new students, so that so many evils can be avoided among the new generation. So that is why I have said that education based on morality, that has to be, keep it in mind. Thank you, sir. Sir, Nirbhaya 2.0 is an incident that has been used recently. So we have many laws to prevent violence against women and girls. But why the Nirbhaya repeated again? That's a very good question. It is happening everywhere in Kerala, not only in Kerala, throughout the country. This is the cultural devaluation happening in our country. Because attack and atrocities against women and children, there are so many legislations, POCSO, so many legislations are there. Even then, violence and atrocities against women and children are day by day increasing. What is the reason? Because the cultural devaluation. Cultural devaluation happening in our society. That means if any cultural devaluation is reflected in the society, we have to understand that our education system has some lacking, some defects are there. So we have to rectify the system of our education, and thereby the new generation has to be taught. New generation should be experienced, they should be trained with all these moral values. Then only we can minimize the attack and atrocities against the women and against the children. That is actually what is happening in the film world also. The same thing is happening because of this cultural devaluation. Influence of the drugs, that too among the youth and children, that also is another curse which we are facing. All these things are all because the cultural devaluation or the cultural erosion happening in our country is the sole reason for this. So we have to keep all these issues in mind in training the students and in making them as the future of our country. Thank you, sir. Sir, 2,679 amendments have been proposed. Did it contain any provision for girls? My amendments. So many amendments relating to girls. Even in the POCSO Act also, whether a girl is minor or major, that also my amendment was there, that amendment was accepted. And so many other amendments, it is totally, it is applicable to the whole society, but in particular, one is the amendment, my amendment to the POCSO Act, and amendment to the School Education, Right to Education Act. The women or the school children, female children should be given preference. So many amendments in respect of the school children and the women are there in the amendments which I have proposed, out of which some of the amendments have been carried by the government. Thank you, sir. Sir, what do you like to do in your leisure time? What do you like to do in your leisure time? Leisure time, most of the time I will be reading. Traveling is my hobby. You see, reading and traveling. Reading, you will get lot of knowledge. You can gather lot of knowledge out of reading. Similarly, traveling is also giving much experience, and you will be more empowered by traveling. If you visit the foreign countries, what the knowledge and experience you are getting, you can never get it from the books. Nowadays, social medias and all these things are there. Even then, practical experience by way of getting by way of traveling is one of the best thing which we can do. So my main hobby is mainly, one is reading and next is traveling. These are the hobbies. Whenever we get the leisure time, and just go for the movies and all. These are the hobbies which are being pursued since long. Thank you, sir.
Sir, if you are given a chance to become the Prime Minister of India, what necessary actions and plans will be implemented for the safety of girls and women? It's a question, hypothetical question. So if we become the Prime Minister or the Minister or the Member of Parliament, to protect the national interest, to protect the national interest means what is a nation? Nation means the people of India. We are all in a country, we are all in a nation. What is our nation means? Nation means it is the people of India. So protect the interest of the people of India. Without any bias, we have to protect the people of India. That should be the soul. And we have to protect. So in order to protect the people of India, the country is being governed by the Constitution. That means we have to protect the Constitution, we have to defend the Constitution. So in that case also, definitely because our country is a secular democratic republic, so we have to protect the Constitution by which the interest of the people have to be protected without having any bias, whether it is religion, caste or nothing, but you should be true secular. If I become any post, I will try my level best to be a true secular administrator in our country. Thank you, sir. Sir, can you share a significant challenge that you faced in your political life and how did you overcome it? So many experiences in political life and in my parliamentary life. One thing I can share with you, that if you perform well, whether in politics or in parliament, you will be recognized. This is applicable to, this is my personal experience. You all know that in 17th Lok Sabha, I am a single member parliament. RSP is having only one member in parliament. Normally the panel chairmans who are presiding the parliamentary proceedings, when the speaker and the deputy speaker is absent, chairman will be administering or controlling the affairs of the house. I was elected as the chairman panel only because of the performance I have done in the parliament during the 16th Lok Sabha. So performance is the criteria. That's why I have said earlier that whichever job, whichever assignment, whichever employment, whichever post you belongs to, you have to perform in its full sincerity. Definitely you will be rewarded. So many experiences I have in parliamentary life, so many awards I received, and in the political life also so many experience. If you are true, if you are genuine, if you are sincere, that is, I have said that during the last parliamentary election, everybody was talking about if I get elected, definitely I will go to the other side of the government, other side with the government, so he will not be voted, but the people have voted for me. Because the sincerity and genuineness, people have measured it, people have recognized it. So you can be very sure that if you can perform exemplary genuineness with sincere and dedication, definitely you will be rewarded. There is no doubt about it. That is a message I would like to share with you from my own political and parliamentary experience. Thank you, sir. Thank you, sir. Thank you for interaction with us. Sir, please stay on the stage. Now I welcome Honorable Kadakil Abdul Aziz Ustad to hand over the memento. ബഹുമാനപ്പെട്ട ഉസ്താദിന് നമ്മൾ ആദ്യമായി നമ്മുടെ MPയുടെ കൈകൊണ്ട് ആദരവ് നൽകാൻ വേണ്ടിയാണ്, മെമൻഡോ നൽകാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. താമസിച്ചതുകൊണ്ടാണ് ഞാൻ നൽകിയത്. അത് വീണ്ടും ബഹുമാനപ്പെട്ട MPയെ കൊണ്ട് തന്നെ കൊടുപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. അതിനുവേണ്ടി ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു.
സാറ് പോകുന്നതിന് മുമ്പ് രണ്ട് വാക്ക്. സാറ് പോകുന്നതിന് മുമ്പ് രണ്ട് വാക്ക്. നമ്മളിങ്ങനെ ഒരു പരിപാടി ചെയ്തത്, ബഹുമാനപ്പെട്ട നമ്മുടെ MBയെ വിളിച്ച് നമ്മൾ ആദരിച്ചത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഭരണാധികാരികൾ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ അവരെ ഭയപ്പെടുത്തി പേടിപ്പിച്ച് തല്ലിക്കൊന്ന് വല്ലാത്ത ഒരു ചുറ്റുപാടിലേക്ക് എത്തിയപ്പോൾ, കഴിഞ്ഞ 10 വർഷത്തോളം നമുക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ലാതിരുന്നപ്പോൾ, ആ പാർലമെൻറ്റിലും അല്ലാതെയുള്ള എല്ലാ വേദികളിലും നമുക്ക് വേണ്ടി ധീരമായി ശക്തമായി സംസാരിക്കാൻ മുന്നിലേക്ക് വരികയും പല ബില്ലുകൾ അവതരിപ്പിക്കുകയും നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി ചോര നൽകിയ, ജീവൻ നൽകിയ ആളുകളാണെന്ന് ഘോരഘോരമായി പാർലമെൻറ്റിലൊക്കെ പ്രസംഗിച്ചു. നമ്മളോടൊപ്പം നമുക്ക് വേണ്ടി ഒരാളുണ്ടെന്നൊരു ബോധം നമുക്ക് നൽകുന്നതിന് അദ്ദേഹത്തിൻ്റെ സമയവും അതുപോലെ അവസരങ്ങളും വേദികളുമെല്ലാം ഉപയോഗിച്ചു എന്നുള്ളത് വലിയ സത്യമാണ്. അതിനൊരു സന്തോഷമായിട്ട് നമുക്ക് അദ്ദേഹത്തെ ആദരിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് വലിയ നഷ്ടമാകുമെന്ന് ഉള്ള ഇതിൻ്റെ പേരിലാണ് നമ്മൾ അദ്ദേഹത്തിന് ഈ വലിയ ഒന്നും നൽകാനില്ലെങ്കിലും ചെറിയ ആദരവ് നൽകി ഈ വേദിയെ ധന്യമാക്കിയത്. എനിക്ക് ഞാൻ പ്രസംഗിച്ചപ്പോൾ നമ്മുടെ MB സ്ഥലത്തില്ലായിരുന്നു. വാസ്തവത്തിൽ ഇന്ന് MBമാരിൽ വെച്ച് 1ാം സ്ഥാനത്തെത്തിയത് അദ്ദേഹം നമ്മുടെ MB ആണ്. അതിന് ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ വെറുതെ പറയുകയല്ല, ഞങ്ങളുടെ എല്ലാ നിലയിലുള്ള പിന്തുണയും എല്ലാ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. തന്നെയുമല്ല, അദ്ദേഹം ഞങ്ങൾ ഏക സിവിൽ കോഡിനെതിരായിട്ട് ഡൽഹിയിൽ പോയപ്പോൾ ഞങ്ങളവിടെ പാർലമെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ എത്തിയതേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം അവിടെ 9 MPമാരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രിക്ക് നിവേദനം നടത്തിയത്. ഏക സിവിൽ കോഡ് ഇവിടെ നടപ്പാക്കാൻ പാടില്ല എന്ന് പറയും. അദ്ദേഹം അതിൽ നിന്ന് തൽക്കാലം പിന്തിരിയുകയും ചെയ്തു. ഇതാണ് ഇപ്പോഴത്തന്നെ ഞങ്ങളെ ദക്ഷിണ ജമിയത്തുലമായുടെ മുഖപത്രമാണ് അന്നസീം. അത് ഇടയ്ക്ക് വെച്ച് പല പത്രവും നിർത്തിയപ്പോൾ ഞങ്ങളും നിർത്തി. അത് നടപ്പിൽ വരുത്തണമെന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അത് പുനഃസംഘടിപ്പിക്കാൻ സാധിച്ചു, അത് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചു. അതും നമ്മുടെ MPയാണ് ആ കാര്യം നിർവഹിച്ചത്. അങ്ങനെ സമുദായത്തിനും ഈ രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിച്ച മഹാൻ അദ്ദേഹത്തിന് എല്ലാവിധമായ അനുഗ്രഹവും നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിർത്തട്ടെ. Now I welcome our school leader to deliver a vote of thanks. Good afternoon all. Assalamu alaikum. Gratitude is not only to the greatest of virtues, but the parent of all others. I deem it a great honor and privilege to propose the vote of thanks on this special occasion. First and foremost, I thank our special guest, Honorable MB N.K. Premachandran Sir and respected Kadakal Abdul Aziz Maulavi, who were, despite their busy schedule, have found time to grace this occasion. I would like to express our heartfelt gratitude to our invited guests. Next, I would like to express my gratitude to the management, staffs and non-teaching staffs for their effortless cooperation for making this program such a wonderful one. Last but not least, our sincere gratitude to all parents, students and well-wishers for your rock-solid support system and encouragement. I will end my vote of thanks by thanking you all once again. This celebration would not be possible without your efforts. Thank you. Have a nice day. Assalamu alaikum. ഇന്ന് നമ്മുടെ പേരൻസ് എക്സിക്യൂട്ടീവ് തിരഞ്ഞെടുപ്പ് നമ്മൾ വെച്ചിരുന്നതാണ്. സമയം വളരെ വൈകിയത് കൊണ്ട് അത് നമുക്ക് ഇനി ഇൻഷാ അല്ലാ അടുത്തൊരു ദിവസത്തിലേക്ക് മാറ്റിവെക്കാം. അള്ളാഹുവിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.
Now it's the time to wind up the session. I invite School Choir for National Anthem. Thank you all. Have a wonderful day. Assalamu alaikum. Assalamu alaikum. Attention. जनगण मन अधिनायक जय हे भारत भाग्य विधाता पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्छल जलधि तरंगा तव शुभ नामे जाहे तव शुभ आशीष माहे गाहे तव जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जय हिंद सुब्हानल्लाहि व बिहम्दिही सुब्हानकल्लाहुम्मा व बिहम्दिका अशहदु अल्ला इलाहा इल्ला अंता